നമുക്ക് കാണാൻ ഈ പുസ്തകത്തില് ഈ അധ്യായത്തില് 4 things from the east. ആദ്യത്തെ 1-ാം വാക്യത്തിൽ 4 രാജാക്കന്മാർ അവരെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ പഠിക്കാം. എങ്കിലും നമ്മളിവിടെ ഒരു ചെറിയ ഡോട്ടഡ് ലൈൻ കാണാൻ പറ്റുന്നുണ്ട്. ഡോട്ടഡ് ലൈൻ കാണാൻ പറ്റുന്നുണ്ട്. ഈ ബ്ലൂ ലൈൻ തൊട്ടടുത്ത് ഡോട്ടഡ് ലൈൻ ആണ്. അത് തിങ്സ് ഹൈവേ. തിങ്സ് ഹൈവേ നമ്മൾ പഠിച്ച പ്രാവശ്യം നമ്മൾ പഠിച്ചപ്പോഴാണ് തോന്നുന്നു രാജവീതി എന്നുള്ളത് നമ്മൾ പഠിക്കാതെ കാണുന്നതായിരിക്കുന്ന ഒരു വഴിയുടെ പേരാണ് രാജവീതി. ആ രാജവീതിയിലൂടെയാണ് ഇവര് ഓരോരുത്തരും ഇങ്ങനെ കടന്നു വന്ന് ഇവിടെ വരെ വന്നു. അത് കഴിയുമ്പോൾ തിരിച്ചു വീണ്ടും ഇങ്ങനെ പോയി അവര് ഈ 4 രാജാക്കന്മാർ ഇവിടെ വന്നിട്ടാണ് ഈ 5 രാജാക്കന്മാരായിരിക്കുന്ന സോദോം, ഗോമോറ, ബേല അഥവാ സോൾ, ആത്മ ആൻഡ് സെബോയിം. ഇതൊക്കെ വാസ്തവത്തിൽ സ്ഥലങ്ങൾ നമുക്ക് ഏകദേശം ധാരണയല്ലോ. നമുക്ക് ഇന്ന് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. അതെല്ലാം ഗ്രൂപ്പുകളെല്ലാം അതുകൊണ്ട് കൃത്യം അറിഞ്ഞുകൂടാ. എങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ചില ആർക്കിയോളജിസ്റ്റ് കണ്ടുപിടിച്ചിരിക്കുന്നതനുസരിച്ച് സോദോം, ഗോമോറ, ബേല, ആത്മ ആൻഡ് സെബോയിം അവരെ ഈ സ്ഥലത്ത് വന്ന് അവരെ യുദ്ധത്തിനായിട്ട് വന്ന് അത് കഴിഞ്ഞിട്ട് അവര് തിരിച്ചിങ്ങനെ പോയി കാണാമോ? കാണാല്ലേ? ഇങ്ങനെ പോയി അവര് ദാനിൽ വന്നു. ദാനിൽ നിന്ന് പോയി അവരുടെ നാട്ടിലേക്ക് പോയി. അബ്രഹാം ഇവിടെ അബ്രഹാം അവരോടൊപ്പം വിട്ടു. ദാനിൽ ചെന്നു. അവരെ കണ്ടുമുട്ടി. പിന്നെ ഇവിടെ വരെ അബ്രഹാം എന്നുള്ള സ്ഥലം വരെ അബ്രഹാം യുദ്ധം ചെയ്തു. അവരെയും തിരിച്ചു പിടിക്കാൻ നമ്മളിത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞുള്ളൂ. അവര് ഈ ഇവിടെ ഇങ്ങനെ ഇറങ്ങി ഇവിടെ തിരിച്ച് ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് ഈ 5 രാജാക്കന്മാരുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടു. അവരെ തോൽപ്പിച്ച് അവരുടെ സുഹൃത്തുക്കൾക്കായിട്ട് അവരിങ്ങനെ പോയി. അബ്രഹാമിന്റെ അബ്രഹാം വെച്ച് അവരെ മീറ്റ് ചെയ്തു. പിന്നീട് അവരെ തോൽപ്പിച്ചു പോയി. അപ്പൊ അത്രയും ക്ലിയർ ആണ് അല്ലെ? ഏകദേശം ധാരണ ലഭിച്ചു. ഈ 5 രാജാക്കന്മാരും 4 രാജാക്കന്മാരും 5 രാജാക്കന്മാരും തമ്മിലുള്ളതായിരിക്കുന്ന അവരുടെ യാത്രയെ കുറിച്ച് നമുക്ക് കാണാനായിട്ട്. ഇനി ഈ 4 രാജാക്കന്മാര് നമ്മൾ സാധാരണ 4 രാജാക്കന്മാർ 5 രാജാക്കന്മാരോട് 4-5 രാജാക്കന്മാരായിരിക്കും കൂടുതൽ ശക്തിയുള്ളവരല്ലേ സാധാരണ കുറിച്ച് തരും. പക്ഷെ ഈ 4 രാജാക്കന്മാർ അവർ മെസൊപ്പൊത്താമിയയിലുള്ള രാജാക്കന്മാർ, അവർക്ക് പവർഫുൾ ആയിട്ടുള്ളതായിരിക്കുന്ന രാജാക്കന്മാരാണ് ഈ 4 രാജാക്കന്മാർ. അതില് 1-ാമത്തെ വാക്യം ഉണ്ടോ? പേരുണ്ടോ? 1-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. സെനാ രാജാവായ അമ്രാഫേൽ, എലാസർ രാജാവായ അയ്യോ, ഏലാം രാജാവായ ലയോബർ, ജാമിന്റെ രാജാവായ കീദാൽ എന്നിവരുടെ കാലത്ത് ഇവർ സോദോം രാജാവായ ബേല, ഗോമർ രാജാവായ പുഷ, ആത്മ രാജാവായ ശിന, സെബോയി രാജാവായ ഷെമെബ്, സോവർ എന്നീ രാജാവ് എന്നിവരോട് യുദ്ധം ചെയ്തു. ഇവരെല്ലാവരും സിദ്ധിത്താണ്ടിൽ ഒന്നിച്ചുകൂടി അത് കൂടുതലാകുന്നു. അപ്പൊ ആദ്യത്തെ രാജാവ് ശിനാൻ രാജാവായിരുന്ന അമ്രാഫെ. രണ്ടാമത്തെ എലാസർ രാജാവായ അയ്യോ. എലാസർ is considered to be part of മെസൊപ്പൊത്താമിയയുടെ ഭാഗമാണ്. മൂന്നാമത്തെ രാജാവ് കേദർ ലയോമർ. ഇദ്ദേഹമാണ് ഈ 4 രാജാക്കന്മാരിൽ പ്രധാനി. കേദർ ലയോമർ
He was the primary leader of the four kings. He was from Elam. In modern Elam സംസ്ഥാനം നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചാൽ എലാം സംസ്ഥാനം അത് പേർഷ്യൻ രാജാക്കന്മാരുടെ രാജധാനി ഉള്ളതായിരിക്കുന്ന ശൂഷൻ രാജധാനി അവിടെ എലാം സംസ്ഥാനത്തില്. പിന്നീട് ഈ സമയത്തല്ല, പിൽക്കാലത്ത് പേർഷ്യൻ രാജാക്കന്മാർ വന്നപ്പോൾ അവരുടെ രാജധാനി ഉള്ള സ്ഥലമാണ് എലാം, അഥവാ ശൂഷൻ രാജധാനി ഉള്ള സ്ഥലമാണ്. അവിടുത്തെ രാജാവാണ് കേദാർലായോബ്. നാലാമത്തെ രാജാവ് ജാതികളുടെ രാജാവ് ഗീതാൽ. അതാരാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാം. അപ്പൊ ഈ 4 രാജാക്കന്മാർ തന്നെ പ്രധാനപ്പെട്ട 2 രാജാക്കന്മാർ ഒന്ന് അമ്രാഫേൽ എന്ന് പറയുന്ന ഷിനാർ രാജാവ്. ബാബിലോണില് നമുക്കറിയാം ബാബേൽ ഗോപുരം ഒക്കെ ഉണ്ടായിരുന്ന സ്ഥലത്ത് ജാതികളുടെ വിഗ്രഹങ്ങളുടെ കേന്ദ്രമാണ്. അതുപോലെ കേദാർലായോബ് എന്ന് പറയുന്ന രാജാവാണ് ഈ 14-ാം അധ്യായത്തിലെ ഈ 4 രാജാക്കന്മാരുടെ പ്രധാനി. അവര് വന്ന് നമ്മള് 2-ാം വാക്യത്തിൽ താഴെയുള്ളതായി നമ്മൾ കണ്ടല്ലേ, താഴെയുള്ളതായി 5 രാജാക്കന്മാരുടെ യുദ്ധത്തിനായിട്ട് തിരിച്ച് അവിടെ വന്നു. അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. ഈ 5 രാജാക്കന്മാർ അവരെ വാസ്തവത്തിൽ വലിയ രാജാക്കന്മാർ സിറ്റി സ്റ്റേറ്റ്സ് എന്ന് വെച്ചാൽ ചെറിയ ചെറിയ സിറ്റികളുടെ ഒക്കെ ചെറിയ ചെറിയ സ്ഥലങ്ങളിലെ രാജാക്കന്മാരാണ് ഈ 5 രാജാക്കന്മാർ. നമ്മളിവിടെ കാണുന്നത് വേല എന്ന സ്ഥലങ്ങളല്ലേ. വേല അത് നമ്മുടെ വലിയ സോവർ വായിക്കുന്നില്ലേ. സോവർ എന്ന പേരിലെ രാജാവ്. സോവർ എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്കറിയാം ലോത്ത് കൂടിപ്പോയ സ്ഥലമാണ്. സോവർ എന്ന പേരിലെ രാജാവ് അത് ലോത്താണ്. ആ സ്ഥലത്തിന് സോവർ എന്ന പേര് കൊടുത്തത് സ്മോൾ ഓർ ഇൻസിഗ്നിഫിക്കന്റ്, ചെറുത് നിസ്സാരം എന്നാണ് വാക്കിന്റെ അർത്ഥം. നമുക്കറിയാം ഈ 5 പട്ടണങ്ങളിലെ പേര് അഥവാ സോവർ ഒഴികെ ബാക്കിയുള്ള എല്ലാ പട്ടണങ്ങളിലും ലോകത്തിന്റെ നമ്മൾ 3-ാം വാക്യത്തിൽ ഇവരെല്ലാവരും സിദ്ധിൻ ഒന്നിച്ചു കൂടിയല്ലേ. ഈ 4 രാജാക്കന്മാർ 5 രാജാക്കന്മാർക്കെതിരായിട്ട് സിദ്ധിൻ ഒരുമിച്ചു കൂടി. എന്നിട്ട് നമ്മള് 4-ാം വാക്യത്തിൽ അവർ 12 സംവത്സരം കേദാർലായോബിനെ കീഴടക്കിയിരുന്നു. ഈ 5 രാജാക്കന്മാർ 12 വർഷത്തോളം ഈ 4 രാജാക്കന്മാർ കേദാർലായോബിനെ കീഴടക്കി 11 സംവത്സരം വെച്ചു. ഇനി 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ 7 വരെയുള്ള വാക്യങ്ങൾ ഇവരുടെ യാത്രയിൽ അവര് കീഴടക്കിയതായ രാജാക്കന്മാരെ കുറിച്ച് പറയുന്നത്. അവരുടെ യാത്രയിൽ നമുക്ക് കണ്ടല്ലോ, മുകളിൽ വരുന്ന വഴിക്ക് അവര് കീഴടക്കിയതായിരിക്കുന്ന രാജാക്കന്മാർ. ആ രാജാക്കന്മാരുടെ പേര് പറയാൻ കാരണമുണ്ട്. നമുക്കത് രാജാക്കന്മാർ സ്വന്തം ഗോമകളിൽ ബന്ധമില്ലെങ്കിലും ഈ രാജാക്കന്മാരുടെ പേര് പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ രാജാക്കന്മാരെല്ലാവരും തന്നെ ഭയങ്കര മല്ലന്മാരായിരുന്നു. നമ്മള് രാജാക്കന്മാരെ കുറിച്ച് നോക്കിയാൽ അവരെല്ലാവരും മല്ലന്മാരായിരുന്നു. ഞാനിതിനെ കാണിച്ചു തരാം. ഒന്നാമത്തെ നമ്മള് 5-ാം വാക്യത്തിൽ ആദ്യം നമ്മൾ കാണുന്നു ഇവർ വരുന്ന വഴിക്ക് 4 രാജാക്കന്മാർ വരുന്ന വഴിക്ക് രഫായികൾ വരുന്ന വഴിക്ക് രഫായിസ് അതിലെ ഏറ്റവും അവസാനത്തെ രാജാവായിട്ട് നമ്മള് ആവർത്തന പുസ്തകത്തിൽ വായിക്കുന്നത് കിങ് ഓഫ് ബാഷാന്റെ രാജാവായിരുന്ന ഓഗിനെ കുറിച്ചാണ്. ഓഗിന്റെ കട്ടിലിന്റെ നീളം അറിയാം. ഇവിടുത്തെ എഴുതിയിട്ടുണ്ട് 13 അടി നീളമാണ്. ഇന്നത്തെ വലിയ കട്ടിലൊക്കെ തന്നെ 6 അടിയുള്ളൂ. അപ്പൊ നമ്മുടെ കട്ടിലിന്റെ ഒരു ഇരട്ടി നീളമുള്ളതായിരിക്കുന്ന നല്ല വീതിയുള്ളതായിരിക്കുന്ന 6 വീതിയുള്ള കട്ടിൽ നമുക്കുണ്ടാവും. പക്ഷെ 13 അടി വീതിയുള്ള കട്ടിൽ നമുക്കില്ല, 13 അടി. അപ്പൊ അത്രയും വലിയ കട്ടിലാണ് ഈ യോഗ് രാജാവ്. അപ്പൊ എന്തൊരു വലിയ മനുഷ്യനാണ് നോക്കിയത്. തന്നെയാണ് പല ബൈബിളിലും ട്രാൻസ്ലേറ്റ് ചെയ്ത. ചില ബൈബിളിലെ കിങ് ജെയിംസ് വേർഷൻ ജയന്റ്സ് അഥവാ വലിയ രാക്ഷസന്മാരുള്ള വ്യക്തികളാണ് റെഫായി. അപ്പൊ ഇവരുടെ ഈ 12 രാജാക്കന്മാരെ ഈ 4 രാജാക്കന്മാർ അവർ വരുന്ന വഴിക്ക് തന്നെ ആദ്യത്തെയാണ് റെഫായി. പിന്നീട് നമ്മൾ ഈ ഭാഗത്ത് കാണുന്ന വേറൊരു ഗ്രൂപ്പാണ് വേറെ രാജാവ് സൂസ്യർ. അവരെ കുറിച്ച് 2-ാം അധ്യായത്തിൽ അവരെ മല്ലന്മാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. സൂസ്യർ എന്ന് പറയുന്ന ആൾക്കാർ മല്ലന്മാരായിരുന്നു. അവരാണ് നമ്മൾ 2 കാണുന്നത്. 2-ാമത് കാണുന്നത് സൂസൈസ്. പിന്നീട് ഏമ്യർ എന്ന് പറയുന്നതായിരിക്കുന്ന അവരെ കുറിച്ച് മല്ലന്മാർ എന്നതിനെ 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. ഏമ്യർ അവർ മല്ലന്മാരായിരുന്നു. കോരികളെ കുറിച്ച് നമുക്ക് അത്ര കൃത്യമായിട്ട് അറിയത്തില്ല. പക്ഷെ അവരെ ഏതൊക്കെ വന്ന് പിന്നീട് തോൽപ്പിച്ചതായിട്ട് മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. പക്ഷെ they are also cave dwellers of people who live in the rugged rocky terrain of Mount Seir. Amalekite very fierce and powerful people. ഇത് 5-ാമത്തെ അമാലേക്കിtes.
അമാലേക്കീസ് ഇവിടെ വിഷ്പാത്തിൽ വന്ന് അമാലേക്കീസ് തോൽപ്പിച്ചു. പിന്നീട് അവർ നേരെ പോയി ഇവിടെ വരെ വന്നു. അവിടെ വെച്ച് അമോര്യരെ തോൽപ്പിച്ചു. അമോര്യരെ കുറിച്ച് ആമോസ് പറയുമ്പോൾ അവര് വലിയ ഭയങ്കര വ്യക്തികളാണ്, വ്യക്തികളാണ്. അപ്പൊ ഈ രാജാക്കന്മാർ 4 രാജാക്കന്മാർ നമുക്ക് വായിച്ചു വരുമ്പോൾ അബ്രാഹാം ഇവരെ തോൽപ്പിച്ചത് നമുക്ക് കാണുന്നത്. അപ്പൊ ഈ 4 രാജാക്കന്മാർ അവരുടെ യാത്രയിൽ തന്നെ ഇവിടെ 6 വലിയ ജാതികളെ, വലിയ മല്ലന്മാരെ തോൽപ്പിച്ചാണ് അവരെ അവസാനം സിറിയൻ താഴ്വരയിലേക്ക് അവർ വന്നത്. 8-9 വാക്യങ്ങളില് അപ്പോൾ സോദോം രാജാവും ഗൊമോർ രാജാവും ആത്മാ രാജാവും സെബോയിം രാജാവും സോവർ എന്ന ബേലേൽ രാജാവും പുറപ്പെട്ട് സിദ്ധിൽ താഴ്വര വെച്ച് ഏലാം രാജാവായ ഈ 4 പേരോട് നേരെ പടനിർത്തി. 4 രാജാക്കന്മാർ 5 രാജാക്കന്മാരുടെ നേരെ തന്നെ അവരെ പടനിർത്തി. അവര് സിദ്ധിൻ താഴ്വരയിൽ 10-ാം വാക്യത്തിലും സിദ്ധിൻ താഴ്വരയിൽ കീഴ്പ്പെട്ടിന് വളരെ ഉണ്ടായിരുന്നു. സോദോം രാജാവും ഗൊമോർ രാജാവും ഓടിപ്പോയി അവിടെ വീട് ശേഷിച്ചവർ പർവ്വതത്തിലേക്ക് ഓടിപ്പോയി. അപ്പം വാലി ഓഫ് സിദ്ധിയിലാണ് ഇവർ ഒരുമിച്ച് കൂടിയത്. പക്ഷെ യുദ്ധത്തിൽ ഈ 5 രാജാക്കന്മാർ തോറ്റപ്പോ സോദോം രാജാവും ഗൊമോർ രാജാവും ഓടിപ്പോയി. ഈ വാലി ഓഫ് സിദ്ധിയില് ഒരുപാട് കീഴ്ക്കുഴികൾ ഉണ്ടായിരുന്നു. നമ്മൾ 3-ാം വാക്യത്തിൽ കണ്ടതാണ്. ഈ സിദ്ധി ഒപ്പുകളിലാണ് കണ്ടതാണ്. അവിടെ ഈ കീഴ്ക്കുഴി എന്ന് പറഞ്ഞാല് ടാറിന്റെ കുഴികളാണ്, ടാറിന്റെ വലിയ കുഴികളാണ്. പെട്രോളിയത്തിൽ ഒരു വകഭേദമാണ്, അതിൻ്റെ ഉണ്ടാകുന്ന ഒരു സാധനമാണ്. പക്ഷെ നാച്ചുറൽ ആയിട്ട് ചേർത്തതാണ്. ആ കുഴി പെട്ടെന്ന് വീണ സാധാരണ രക്ഷപ്പെട്ടു പോകാത്ത കാര്യം അതിന് സ്ലൈഡ് ഫിറ്റാണ്. അത് വളരെ പശയുള്ളതായിരിക്കുന്ന ഒരു സാധനമാണ്. നമുക്കറിയാലോ അല്ലെ, ജാതകം വീണാൽ പിന്നെ ആർക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കത്തില്ല. അപ്പൊ അങ്ങനത്തെ കുഴികളാൽ നിറഞ്ഞതായിരുന്നു ഈ വാലി ഓഫ് സിദ്ധി. ഈ നമ്മളിവിടെ കാണുന്ന അർത്ഥം നല്ല കൊടുത്തിരിക്കുന്നത് ഇത് കാണിക്കാനായിട്ടാണ്. അങ്ങനത്തെ ധാരാളം കുഴികളുണ്ടായിരുന്നു. അവര് ഈ സോദോം രാജാവും ഗൊമോർ രാജാവും തോറ്റപ്പോൾ അവര് ഓടി. അവര് ഈ വാലി ഓഫ് സിദ്ധിയിലുള്ള കുഴികളിൽ വീണുപോയി. നമുക്ക് 17-ാം വാക്യം വായിക്കുമ്പോൾ സോദോം രാജാവ് രക്ഷപ്പെട്ടതായിട്ട് നമുക്ക് മനസ്സിലാവും. പക്ഷെ ഗൊമോർ രാജാവ് രക്ഷപ്പെട്ടതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ല. അപ്പൊ അവരവിടെ ബാക്കി പർവ്വതങ്ങളിലേക്ക് ഓടിപ്പോയി. ലോകത്തിലെയും അതിന്റെ ആൾക്കാരെ പിടിച്ചോണ്ട് അവർ പോകാനിടയായി. 11-12 വാക്യങ്ങൾ സോദോമിനും ഗൊമോറിലുള്ള സമ്പത്തും ഭക്ഷണ സാധനങ്ങളും എല്ലാം അവർ എടുത്തുകൊണ്ടുപോയി അബ്രഹാമിന്റെ സഹോദരന്റെ മകനായി സോദോമിൽ പാർക്കുന്ന ലോത്തിനെയും അവരുടെ സമ്പത്തിനെയും അവർ കൊണ്ടുപോയി. അപ്പൊ അവർക്കുള്ളതെല്ലാം ഈ 5 രാജാക്കന്മാരെ കൊണ്ടുപോയി. 4 രാജാക്കന്മാർ കൊണ്ടുപോയി. അപ്പൊ ഇത്രയും വളരെ സിമ്പിൾ അല്ല. 4 രാജാക്കന്മാർ വന്നു. അവർ മെസൊപ്പൊത്താമിയയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വന്നു വഴിക്ക് അവരെ 6-7 ജാതികളെ തോൽപ്പിച്ചിട്ട് അവരെ അവസാനം സിദ്ധിൻ താഴ്വരയിൽ വന്നു. താഴ്വരയിൽ വെച്ച് ഈ 5 രാജാക്കന്മാർ അവർ യുദ്ധത്തിനായിട്ട് പോയി. ആ യുദ്ധത്തിൽ ഈ 5 രാജാക്കന്മാർ തോറ്റപ്പോ ഇവരിൽ 2 പേര് ഓടിപ്പോയി കുഴിയിൽ വീണു. ആ കുഴിയിൽ വീണ 2 പേരിൽ ഒരാൾ രക്ഷപ്പെട്ട് നമുക്കറിയാം, മറ്റേ രക്ഷപ്പെട്ടോ നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഈ രാജാക്കന്മാർ, ഈ 4 രാജാക്കന്മാർ, 4 രാജാക്കന്മാർ അവര് ഈ ലോകത്തിലെയും തനിക്കുള്ള സമ്പത്തിനെയും ഗൊമോരയിലുള്ള സമ്പത്തൊക്കെ എടുത്തോണ്ട് അവർ പോയി. അതാണ് നമുക്ക് ഇത്രയും ഭാഗത്ത് കണ്ടത്. ഒരൊറ്റ പോയിന്റ് ജനങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് God's protection cannot be expected when we live continuously away from the will of God. നാം ദൈവത്തിന്റെ വെളിയിൽ തുറമാനമായിട്ട് ജീവിച്ചാൽ, അതാണ് നമ്മൾ കണ്ടല്ലേ ലോകത്തിനെ കുറിച്ച് കണ്ടത്. If we live continuously away from the will of God, ദൈവത്തിന്റെ വെളിയിൽ നമ്മൾ തുറമാനമായിട്ട് ജീവിച്ചാൽ അവരുടെ ജീവിതത്തിൽ പ്രൊട്ടക്ഷൻ ലഭിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കത്തില്ല. ദൈവം നമ്മൾ എപ്പോഴും ഹൃദയപ്രകാരം സകലവും അത് കേൾക്കാൻ സുഖമുള്ള വാക്കാണ്. പക്ഷേ അത് കിട്ടണമെങ്കിൽ എന്താ വേണം? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ ഉള്ളിലല്ല നമ്മൾ ജീവിക്കുന്നതെങ്കിൽ കണ്ടിന്യൂസ് ബേസിസ്. അബ്രഹാമിന്റെ ദൈവത്തിന് വഴി പോകാൻ ഇടയായി. He came back. പക്ഷെ ലോകത്തെ സംബന്ധിച്ചിടത്തോളം he was outside the will of God and he never came back. അതുകൊണ്ട് you cannot expect protection. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കുന്നില്ലെങ്കിൽ ദൈവം നമ്മൾ ഈ വാസ്തവത്തിൽ ഞാൻ വിചാരിക്കുന്ന ഈ അധ്യായങ്ങളെല്ലാം കാണുന്ന ഒരു പ്രധാനപ്പെട്ട ആശയം എന്താ ആശയം? You have to live in the will of God. ദൈവത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കണം.
വിശ്വാസിയായ നമ്മൾ ദൈവത്തിന് വെളിയിലാണ് നമ്മുടെ ജീവിതങ്ങളെ തുടർമാനമായിട്ട് നമ്മൾ പരിശോധിച്ചുകൊണ്ട് ജീവിക്കണം. അങ്ങനെ ജീവിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ദൈവത്തിന് വെളിയിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ യു കനോട്ട് എക്സ്പെക്ട് എവറിഥിങ് ടു ബി ഗുഡ്. എല്ലാം നല്ലതാണ്, സകലം നന്മയ്ക്കായിട്ട് കൂടുതലായിരിക്കും വെച്ച് പറയുന്നത്. അങ്ങനെയൊന്നും കിട്ടത്തില്ല കേട്ടോ. കിട്ടണമെങ്കിൽ എന്ത് വേണം? എന്ത് വേണം? ദൈവത്തിന് നമ്മൾ ജീവിക്കണം. ലോകത്തിന്റെ ജീവിതം നമ്മളെ അതാണ് കാണിക്കുന്നത്. ഇനി 14-13 വാക്യം, അവിടെ ഓടിപ്പോന്ന ഒരുത്തൻ വന്ന് ഇബ്രാഹിമായ അബ്രാമിനെ അറിയിച്ചു. അവൻ എൽക്കോഷിന്റെയും എഷ്കോലിന്റെയും അനേരിന്റെയും സഹോദരൻ അമൂരിനായ മെമ്രയുടെ തോപ്പിൽ ആയിരുന്നു പാർത്തിരുന്നു. അവിടെ അവർ അബ്രാഹാം സത്യത ചെയ്തവരായിരുന്നു. അവിടെ അബ്രാഹാമിനെ ഹീബ്രു അഥവാ എബ്രാഹിം എന്ന് വിളിച്ചിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചാൽ എബ്രാഹിം എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് എബ്രാഹിം എന്ന് വിളിക്കുന്നത്? അത് 2 കാരണങ്ങളാണ്, 2 തിയറീസ് ആണ് മെയിനായിട്ടുള്ളത്. അതിലൊരു തിയറി നമ്മൾ എപ്പോഴും പറയുന്ന കാര്യം, നമ്മൾ 10-ാം അധ്യായം വായിച്ചാൽ അവിടെ 10-ാം അധ്യായം 21-ാം വാക്യത്തിൽ ഏബർ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ അബ്രഹാമിന്റെ വല്യപ്പച്ചൻ. അപ്പൊ ഒരു 6ാമത്തെ തലമുറയിലാണ് ഈ ഏബർ എന്ന് പറയുന്ന വ്യക്തി. വാസ്തവത്തില് നോഹയുടെ മക്കളിലെ ഷേമിനെ കുറിച്ച് പറയുക 10-21 വാക്യത്തിൽ ഏബറിന്റെ പുത്രന്മാർക്കൊക്കെയും പിതാവും യാഫത്തിന്റെ ജ്യേഷ്ഠനുമായ ഷേമിന്റെ പുത്രന്മാർ ജനിച്ചു. അപ്പോ വാസ്തവത്തിൽ ഷേമിന്റെ കൊച്ചുമകന്റെ മകനാണ് ഗ്രേറ്റ് ഗ്രാൻഡ്സൺ ആണ് ഏബർ. എന്നിട്ടും ഈ 10-ാം അധ്യായം 21 വാക്യത്തിൽ അവിടെ ടേബിൾ ഓഫ് നേഷൻസിന്റെ അകത്ത് ജാതികളെ കുറിച്ചുള്ളതായിരിക്കുന്ന അതിന്റെ അകത്ത് ഏബറിന്റെ പേര് പല പ്രധാനമായും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കൊന്ന് പലരും വിചാരിക്കുന്നത് ഏബർ എന്ന വാക്ക് റൂട്ട് കറക്റ്റ് ആണ്, ഈ ഗ്രൂപ്പ് എന്ന് പറയുന്ന വാക്ക്. അതുകൊണ്ട് ഏബർ എന്നതിന്റെ എന്താണ് വാസ്തവത്തിൽ പേരാണ് എബ്രായൻ ഹീബ്രു എന്നത്. അതുകൊണ്ടാണ് എബ്രായൻ എന്ന് ഉപയോഗിക്കുന്നത് എന്ന് വിചാരിക്കുന്നവരും കൊണ്ട് നമ്മുടെ സാധാരണ കേൾക്കുന്നതായിരിക്കുന്ന ഒരു കാര്യമാണ് ഏബർ ആണ് ഹീബ്രു എന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം ടു പാസ് ഓവർ ഓർ ഫ്രം ദി അതർ സൈഡ് എന്നുള്ളതാണ്. ടു പാസ് ഓവർ ഓർ ഫ്രം ദി അതർ സൈഡ്. പക്ഷെ ഈ എക്സ്പ്ലനേഷൻ ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം വെച്ചാൽ ഏബറിന്റെ 25 മക്കളുണ്ടായിരുന്നു, പിന്നെ അവർക്ക് വേറെ മക്കളുണ്ടായിരുന്നു, പിന്നെ അവർക്ക് വേറെ മക്കളുണ്ടായിരുന്നു. 6ാമത്തെ തലമുറയാണ് അബ്രാഹാം വിളിക്കുമ്പോഴത്തേക്ക് ഏബർ 6 തലമുറയായിരുന്നു. അപ്പൊ ഇതില് വേറെ ആരെയും ഏബർ എന്ന് വിളിച്ചില്ല, അബ്രഹാമിനെ മാത്രമേ വിളിച്ചുള്ളൂ എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ഇഷ്യൂ അല്ലേ? വലിയ ചില പേരാണ് ഇപ്പൊ എനിക്ക് എടുത്തിരിക്കുന്നത് എന്ന് പറയാനായിട്ട് ചില പ്രയാസമാണ്. അതുകൊണ്ട് ഒന്നാണെങ്കിലും Hebrew refers to Abraham as a foreigner who crossed over from the other side of the Euphrates River. എന്ന് വെച്ചാൽ from the Canaanites perspective, കനാനിൽ നോക്കുമ്പോൾ അബ്രഹാം എന്ന് പറയുന്നത് ഒരു വിദേശിയല്ലേ. നമ്മൾ ഇപ്പൊ നമ്മുടെ സാധനം വിദേശികളെ വിദേശത്ത് നമ്മൾ വരുന്ന ആൾക്കാരെ നമ്മൾ ബംഗാളി നമ്മള് പിന്നെ തമിഴ് പറയും, ഇങ്ങനൊക്കെ പറയും. അത് അവരുടെ ഐഡിയലിറ്റി നമ്മൾ പറയുന്നത്. നമ്മളെ കുറിച്ച് വെളിയിൽ പോയാൽ അവര് പറയുന്നത് നമ്മള് മദ്രാസ് എന്ന് പറയും. ഐഡന്റിറ്റി അല്ലെങ്കിൽ നമ്മള് പിന്നെ ഫോറിനേഴ്സ് പ്രവാസി എന്നൊക്കെ പറയും. അപ്പോ വാസ്തവത്തില് എനിക്ക് ഇതാ കുറച്ച് ലിംഗ്വിസ്റ്റിക്കലി ഇതാ കറക്റ്റ്. ഏബർ ആയതുകൊണ്ടാണ് ഏബറിന്റെ കൊച്ചുമോന് അബ്രാം ഹീബ്രു പേര് വന്നു എന്ന് പറയുന്നതിനെക്കാട്ടിൽ ഹീബ്രു എന്ന വാക്കിന്റെ അർത്ഥം somebody who has come from the other side of the river. Somebody has come to the other side. അന്നത്തെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട റിവറാണ് യൂഫ്രട്ടീസ് റിവർ. അപ്പൊ യൂഫ്രട്ടീസ് റിവറിന്റെ ഏബർ അർത്ഥം തന്നെയാണ്. പക്ഷെ യൂഫ്രട്ടീസ് റിവറിന്റെ മറുസൈഡിൽ നിന്ന് വന്നവർ എന്ന നിലയിലാണ് അബ്രഹാമിനെ ആ നാട്ടുകാരെ കനാനീസ് വിളിക്കുമ്പോൾ ഹീബ്രുവിൽ വിളിക്കും. കാര്യം എന്താണ്? അവിടെ താമസിക്കുമ്പോൾ അറിയാൻ കനാനൈറ്റ് അല്ല എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. കാര്യം അബ്രഹാമിന്റെ ജീവിത രീതി, അബ്രഹാമിന്റെ ആകാരവും എല്ലാം നോക്കിയാൽ താൻ വ്യത്യസ്തനാണ് എന്നറിയാൻ പ്രയാസമില്ല. സോ ലിംഗ്വിസ്റ്റിക്കലി ദാറ്റ് മേക്ക് മോർ സെൻസ്.
ഈ ഏബർ ആണ് ഹീബ്രു ആയത് എന്ന് പറയുന്നതിനെക്കാട്ടിൽ ലിംഗ്വിസ്റ്റിക്കലി മോർ കറക്റ്റ് ആണ്. ഹീബ്രു എന്ന് വെച്ചാൽ സംബഡി ഹു ഹാസ് കം ഫ്രം ദി അതർ സൈഡ് എന്ന അർത്ഥത്തിൽ ആണ് അബ്രഹാമിനെ വിളിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ ഒരു പോയിന്റ് മാത്രം എൻ്റെ മനസ്സിൽ വന്നെന്തറിയാമോ? എന്തുകൊണ്ടാണ് അബ്രഹാമിനെ ഹീബ്രു എന്നവർ വിളിച്ചത്? ബിക്കോസ് ഹീസ് ഡിഫറെന്റ്. അവിടെ നിന്ന സമയത്ത് അബ്രഹാം വാസ്, അല്ലെ, അബ്രഹാം വ്യത്യസ്തനായി ജീവിച്ചത് കൊണ്ടല്ലേ അബ്രഹാമിനെ കണ്ടാൽ തന്നെ ആൾക്കാർക്കറിയാം എന്തറിയായിരുന്നു? ഹി ഈസ് നോട്ട് ഫ്രം ദ കനാനൈറ്റ്സ്, കനാനിയൻ അല്ല എന്നറിയാമായിരുന്നു. അപ്പൊ ഞാൻ ആലോചിച്ച് നോക്കിയിട്ട്, നമ്മളെ പണ്ട് കാലത്ത് എനിക്കൊന്ന് കേരളത്തിലെ വേർപാടുകാരെ മാത്രമേ വേർപാടെന്ന് വിളിക്കത്തുള്ളൂ എന്ന് എനിക്കറിയത്തില്ല. വേറെ സ്ഥലത്ത് വിളിക്കുവോ? മറ്റ് സ്റ്റേറ്റ്സിലൊക്കെ വേർപാടുന്നുണ്ടോ? എനിക്കറിയത്തില്ല. ഏതായാലും കേരളത്തില് മറ്റുള്ളവർ നമ്മളെ വിളിച്ച, മറ്റുള്ളവർ, നമ്മളല്ല കേട്ടോ, മറ്റുള്ളവർ നമ്മളോട് പറഞ്ഞു നിങ്ങൾ വേർപാടുകാരാന്ന് പറഞ്ഞു. എന്തുകൊണ്ടാ? നമ്മുടെ അപ്പച്ചന്മാരൊക്കെ വളരെ വ്യത്യസ്തമായിട്ടാണ് ജീവിച്ചേ. എല്ലാ കാര്യത്തിലും ദൈവവചനത്തിൽ കൃത്യമായിട്ട് അങ്ങനെ തന്നെ. ഉദാഹരണത്തിന് പണ്ട് കാലങ്ങളിലൊക്കെ ആഭരണധാരണത്തെക്കുറിച്ച്, വസ്ത്രധാരണത്തെക്കുറിച്ച്, അതുപോലെ തന്നെ എൻ്റെ ഗ്രാൻഡ് ഫാദർ ഒക്കെ ആണെങ്കിൽ തേച്ച വസ്ത്രം ആദ്യകാലങ്ങളിൽ എടുത്തില്ലായിരുന്നു, തേക്കുന്നത്. അതുപോലെ തന്നെ ഡ്രസ്സ് എല്ലാം വ്യത്യസ്തമാണ്. അവരുടെ ജീവിതത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടായിരുന്നു അവർ ജീവിച്ചത്. അതൊക്കെ ദൈവവചനാനുസരണം അതങ്ങനെ ശരിയാണോ എന്നുള്ള അവർ നോക്കത്തില്ല. വി നീഡ് ടു ബി ഡിഫറെന്റ്. അതുകൊണ്ട് ആൾക്കാർ പറയും എന്താ, നമ്മളിപ്പോ വിളിക്കും വേർപാടെന്ന് വിളിക്കും. പക്ഷെ നമുക്ക് വേർപാടുണ്ടോ എന്ന് ചോദിച്ചാൽ അവൻ വേർപാട് എന്തോ ദൈവത്തിൽ നിന്ന് വേർപെട്ടെ. അപ്പൊ നമുക്ക് ഇപ്പോ വേർപാട് വാസ്തവത്തിൽ വളരെ കുറവാ. കാര്യം എന്താ അറിയാമോ? നമ്മളെല്ലാം ഇപ്പൊ തിരിച്ചാ ചോദിക്കുന്നത്, വേദപുസ്തകം അങ്ങനെ എഴുതിയിട്ടുണ്ടോ, അങ്ങനെയുണ്ടോ, ഇങ്ങനെയുണ്ടോ, അത് ശരിയാണോ, അങ്ങനെ അർത്ഥമുണ്ടോ? അല്ലേ നമ്മൾ വേണമെങ്കിൽ എൻസൈക്ലോപീഡിയ ഒക്കെ നോക്കിയിട്ട് വന്ന് പറയും ഇത് അങ്ങനെയല്ല, ഇതിന്റെ അർത്ഥം ഇങ്ങനെയാണ്. ഹീബ്രുവും ഗ്രീക്കും ഒക്കെ നോക്കി, ലെക്സിക്കണൊക്കെ നോക്കി നമ്മൾ അഭിപ്രായം പറയും. പക്ഷേ പഴയ കാലങ്ങളിൽ നമ്മുടെ അപ്പച്ചന്മാരൊക്കെ വന്ന കാലത്തിൽ അങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോ. അവർ പല സ്ഥാനങ്ങൾ വേണ്ടാന്ന് വെച്ചു. അത് വേദപുസ്തകത്തിൽ അങ്ങനെ എഴുതിയിട്ടുള്ളത് കൊണ്ടൊന്നും അല്ല. ഐ നീഡ് ടു ബി ഡിഫറെന്റ്. അതുകൊണ്ട് അവരെ വേർപാട് എന്ന് വിളിച്ചു. സോ ഐ ബിലീവ് ദാറ്റ് അബ്രഹാം അവിടെ ജീവിച്ചപ്പോൾ അബ്രഹാമും അങ്ങനെ തന്നെയായിരുന്നു. അബ്രഹാം കനാന്റെ ജീവിത രീതി ഒന്നും താൻ എടുത്തില്ല. ഹി വാസ് ഡിഫറെന്റ്. അതുകൊണ്ട് അവരെ വിളിച്ചെന്താ, നമുക്ക് വേണമെങ്കിൽ വരത്തൻ എന്ന് പറയല്ലോ, അങ്ങനെ ഒരു വാക്കില്ലേ, വരത്തൻ എന്ന് പറയും. ഹി ഈസ് എ പേഴ്സൺ ഹു ഈസ് ഫ്രം ഔട്ട്സൈഡ്. സോ ദേ കോൾ ഹിം ഹീബ്രു. സിമ്പിൾ, ദേ കോൾ ഹിം ഹീബ്രു. അതായിരിക്കാനാ കൂടുതൽ സാധ്യത എന്നുള്ളതാ. നമുക്ക് അത് അങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി 14:14 അവിടെ 14 തന്റെ സഹോദരനെ ബദ്ധനാക്കി കൊണ്ടുപോയി എന്ന് അബ്രാം കേട്ടപ്പോൾ അവൻ തന്റെ വീട്ടിൽ ജനിച്ചവരും അഭ്യാസികളുമായ 318 പേരെ കൂട്ടിക്കൊണ്ട് ദാൻ വരെ പിന്തുടർന്നു. നമ്മളത് കണ്ടതല്ലേ, ദാനിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടതാ. 318 യോദ്ധാക്കൾ അബ്രഹാമിന്റെ വീട്ടിൽ ജനിച്ചു. അപ്പൊ നമ്മള് ഒരർത്ഥത്തിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഈ പാഠം പഠിച്ചപ്പോൾ പറഞ്ഞു അബ്രഹാമിന്റെ വീട്ടിലൊരു കുറഞ്ഞൊരു 500-600 പേര്. അടുത്തിടയ്ക്ക് വേറൊരാൾ പറഞ്ഞിട്ട് 1000 പേരുണ്ടാവും എന്ന് പറയുന്നത്. ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാര്യം എന്താ, 318 യോദ്ധാക്കൾ തന്നെയുണ്ട് വീട്ടിൽ. അവരുടെ വീട്ടിൽ ജനിച്ചവരാ. പിന്നെ അവരുടെ ഫാമിലി ഉണ്ടാവും, അവരുടെ പേരൻസ് ഉണ്ടാവും. പിന്നെ ഇത് കൂടാതെ പിന്നെ ഇത്രയും ആടുമാടുകളെ പാലിക്കാനുള്ളതായിരിക്കുന്ന ജോലിക്കാരുണ്ടാവും. പിന്നെ ഇത് മാത്രം മതി. ഈ ആടുമാടുകളുടെ മിൽക്കൊക്കെ എടുത്തിട്ട് അതൊക്കെ പ്രോസസ്സ് ചെയ്ത് കൊടുക്കാനായിട്ട് ആൾക്കാരുണ്ടാവും, കച്ചവടം ഉണ്ടാവും. എന്തെല്ലാം കാര്യങ്ങളാണ് അബ്രഹാമിന്റെ ആ ഒരു 10,000 പേരുള്ളതായിരിക്കുന്ന, 1000 പേരെന്ന് ഓർത്ത് വയ്ക്കുക, നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കത്തില്ല. 1000 പേരുള്ളതായിരിക്കുന്ന ഒരു ഫാമിലി. അപ്പോൾ അത്രയും വലിയ ഒരു ജനസമൂഹമായിരുന്നു അബ്രഹാമിന്റെ കൂടെ ഉണ്ടായിരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി 15-ാം വാക്യം നമ്മൾ ഈ പടമാ കണ്ടത് കേട്ടോ. ഇങ്ങനെ ഈ രാജാക്കന്മാർ, 4 രാജാക്കന്മാർ വന്നു. അവര് ഇവിടെ വന്നു. ഇവിടെ സിദ്ധിം താഴ്വരയിൽ യുദ്ധം ചെയ്തു. അതിന്റെ ഇൻസെറ്റ് ഉണ്ട് ഇവിടെ. സിദ്ധിം യുദ്ധം ചെയ്തു. അതിനുശേഷം അവര് ഇതുവഴി തന്നെ തിരിച്ചുപോയി, അല്ലേ? കണ്ടതാണല്ലോ, അല്ലേ? അപ്പം ഹെബ്രോനിലായിരുന്നു അബ്രഹാം താമസിച്ചത്. അബ്രഹാമും പോയി ഡാനിൽ വെച്ച് അവരെ കണ്ടുമുട്ടിയിട്ട് താൻ യുദ്ധത്തിന് പോയി. അതാണ് 15-ാം വാക്യം. രാത്രിയിൽ അവനും അവന്റെ ദാസന്മാരും, ഇവിടെ എഴുതിയിട്ടുണ്ട് 257 കിലോമീറ്ററോളം ഏതാണ്ട് അബ്രഹാം ഇവരെ പേഴ്സ്യൂ ചെയ്ത് ഇവരെ പിൻചെന്നു. ഏതാണ്ട് 257 കിലോമീറ്ററോളം ഹെബ്രോനിൽ നിന്ന് താൻ യാത്ര ചെയ്താണ് ഈ യുദ്ധങ്ങളൊക്കെ ചെയ്തത് അബ്രഹാം എന്നുള്ളതാണ്.
ഇനി 15-ാം വാക്യം ശ്രദ്ധിക്കുക. രാത്രിയിൽ അവനും അവന്റെ ദാസന്മാരും അവരുടെ നേരെ ഭാഗം ഭാഗമായി പിരിഞ്ഞു ചെന്നു അവരെ തോൽപ്പിച്ചു ദമ്മേശക്കിന്റെ ഇടത്തു ഭാഗത്ത് ഹോബ വരെ അവരെ പിന്തുടർന്നു. ഇനി നമ്മൾ വാസ്തവത്തിൽ ഈ അബ്രഹാമിന്റെ ഈ 15-ാം വാക്യം വായിച്ചാല് നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് അതിൽ ഉൾക്കൊള്ളാൻ സാധിക്കും. അബ്രഹാം താൻ രാത്രിയിൽ ചെന്നു. നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ രാജാക്കന്മാരെ കുറിച്ച് ഈ അധ്യായം എഴുതുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എത്ര കൃത്യമായിട്ട് ഈ 4 രാജാക്കന്മാരുടെ കഴിവിനെ കുറിച്ച് എഴുതിയപ്പോൾ അവർ വന്ന വഴിക്ക് 7 മല്ലന്മാരായ 7 രാജാക്കന്മാരെ തോൽപ്പിച്ചിട്ടാ വന്നത്. എന്നിട്ട് ഈ 5 രാജാക്കന്മാരെ, അത് കൂടാതെ പിന്നെ 5 രാജാക്കന്മാരെയും തോൽപ്പിച്ചിട്ടാണ് അവർ പോകുന്നത്. അപ്പൊ എത്ര കഴിവുള്ള ആൾക്കാരല്ലേ. അതിൽ തന്നെ നമ്മൾ കണ്ടു, ഒരാള് അമ്രാഫേൽ എന്ന് പറയുന്ന ആള് ഷിനാർ രാജാവ്, മറ്റേ ആള് അദ്ദേഹം ലയോമർ എന്ന് പറയുന്ന ആള്, അദ്ദേഹം പേർഷ്യൻ രാജാവാണ്. പേർഷ്യൻ രാജാവ് എന്ന് വെച്ചാൽ അദ്ദേഹം 7-ാം സംസ്ഥാന രാജാവ്. അപ്പോൾ കഴിവുള്ളതായ രാജാക്കന്മാരെ, പക്ഷേ 318 പേരെ കൊണ്ട് അബ്രഹാം തോൽപ്പിച്ചു എന്നുള്ളതാണ്. അത് നമുക്ക് ചില കാര്യങ്ങൾ എന്ത് പഠിക്കാനായിട്ട് സാധിക്കും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ. ഒന്ന്, ഹാൻഡ്ലിംഗ് മാറ്റേഴ്സ് വൈസ്ലി ഈസ് എസെൻഷ്യൽ ടു എ സക്സസ്ഫുൾ ക്രിസ്ത്യൻ ലൈഫ്. ക്രിസ്തീയ ജീവിതത്തിൽ വിജയം കൈവരിക്കണമെങ്കിൽ കാര്യങ്ങൾ നാം വിവേകത്തോടെ കൈകാര്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. വസ്തുത നോക്കൂ, ഇവിടെ അബ്രഹാം രാത്രിയിലാണ് ഇവരെ ആക്രമിക്കുന്നത്, അല്ലേ? രാത്രിയിൽ 15-ാം വാക്യത്തിൽ രാത്രിയിലാണ് ചെന്നത്. അതുപോലെ തന്നെ എന്താ പറയുക, അവരുടെ നേരെ ഭാഗമായി പിരിഞ്ഞു ചെന്നു. ഒരുമിച്ച് 318 പേര് അങ്ങോട്ട് ചെല്ലുകയല്ലായിരുന്നു. ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് തിരിഞ്ഞ് ഈ രാജാക്കന്മാരെ പല ഭാഗത്തു നിന്ന് ആക്രമിച്ച് വളരെ അബ്രഹാമിന്റെ ആ മിലിറ്ററി കേപ്പബിലിറ്റി വാസ്തവത്തിൽ ഭയങ്കരമാണ്. 318 പേരെയും കൊണ്ട് ഈ വമ്പൻ രാജാക്കന്മാരെ തോൽപ്പിച്ചു. വമ്പൻ രാജാക്കന്മാർ ചക്രവർത്തിമാരൊന്നും അല്ലെങ്കിലും നമ്മൾ അറിയുന്നിടത്തോളം വലിയ ശക്തരായിരിക്കുന്ന രാജാക്കന്മാരാ. അവരെ തോൽപ്പിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. സോ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ ഇഫ് യു വാണ്ട് ടു ബി സക്സസ്ഫുൾ യു നീഡ് ടു ബി വൈസ്. അത് നമ്മൾ വളരെ പ്രധാനമാണ്. വയസ്സായിട്ട് നമ്മൾ മഠയന്മാരുടെ കൂട്ടല്ല നമ്മുടെ ജീവിതം നയിക്കേണ്ടത്. യു ഷുഡ് ബി വൈസ്. ദാറ്റ് ഈസ് നമ്പർ 1. നമ്പർ 2, ഈ 318 പേര് എന്ന് പറയുന്ന വാസ്തവത്തിൽ ചെറിയ ഒരു സംഖ്യയാണ് 318 പേര്. പക്ഷെ വിത്ത് ദാറ്റ് ലിറ്റിൽ അബ്രഹാം വാസ് ഏബിൾ ടു ഡിഫീറ്റ് ദം. അപ്പോ നമുക്ക് എന്തുമാത്രം ഉണ്ട് എന്നുള്ളതല്ല പ്രധാനം. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ക്രിസ്ത്യൻ ലൈഫ്. ഒന്ന്, യു നീഡ് ടു ബി വൈസ്. സെക്കൻഡ്, എനിക്ക് ഒരുപാട് കഴിവുകൾ ഇല്ല എന്നുള്ളതല്ല. നമുക്കുള്ള കഴിവുകൾ ദൈവസന്നിധിയിൽ നമ്മൾ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ക്രിസ്ത്യ ജീവിതം നയിക്കുക എന്നുള്ളതാണ്. യു നീഡ് ടു നമ്മുടെ കയ്യിലുള്ളതായിരിക്കുന്ന ചെറിയ കഴിവുകൾ ഞാൻ വിചാരിക്കുന്നുണ്ട്, വാസ്തവത്തിലുണ്ടല്ലോ, നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയാമോ? നമ്മുടെ ചെറിയ കഴിവുകൾ നമ്മൾ ഉപയോഗിക്കാനായിട്ട് വിമുഖത കാണിക്കുന്നുള്ളതാണ്. വി ആർ റിലക്റ്റന്റ്. ആ വിമുഖതയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. ചെറിയ കഴിവുകൾ. ഞാൻ എക്സാമ്പിൾ നമുക്ക് എപ്പോഴും ചിന്തിക്കാം, ആരാധനയോഗത്തിന് ഒരു ചെറിയ തോട്ട് പറയാൻ, അല്ലെങ്കിൽ ഒരു സ്തോത്രം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഇതൊന്നും പറ്റത്തില്ലെങ്കിൽ നമ്മുടെ മീറ്റിങ്ങുകൾക്ക് തുടർച്ചയായിട്ട് വരാനായിട്ട്, മീറ്റിങ്ങുകളിൽ സഹകരിക്കാനായിട്ട്, ഒരു പാട്ടൊന്നും എടുത്ത് പാടാനായിട്ട്, ഇതൊക്കെ നമുക്ക് കഴിയുന്നതാണ്. അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ദൈവം നമ്മൾ 2 താലന്താണെങ്കിൽ ഒരു 2 താലന്തോട് തരും. 5 ആണെങ്കിൽ 5 കൂടെ തരും. കുഴിച്ചിട്ടാലോ ഒന്നും കിട്ടത്തില്ല. അപ്പൊ അത് വളരെ ശ്രദ്ധിക്കണം. 318 പേരെയും കൊണ്ട് അബ്രഹാമിന് എങ്ങനെയാണ് ഇവരെ ജയിക്കാനായിട്ട് സാധിച്ചത് എന്നുള്ളത് നോക്കിയാൽ, വൺ തിങ്, ഹി വാസ് വെരി വൈസ്. സെക്കൻഡ്, വാട്ട് എവർ ലിറ്റിൽ റിസോഴ്സ് ഹി ഹാഡ്, ഹി യൂസ്ഡ് ഇറ്റ് വൈസ്ലി. അതൊരു രണ്ടാമത്തെ പാഠമാണ്. മൂന്നാമത്തേത്, a local church is a unified body that grows only when its members work together, each performing their part well. അത് വളരെ പ്രധാനമായി. 318 പേരെ പല ഭാഗങ്ങളായിട്ട് തിരിച്ചു വിട്ടു. അതിലൊരു ഭാഗം വർക്ക് ചെയ്തില്ലെന്ന് വെക്കാം. One part was not working well. What would have been the situation? What would have been the outcome? എന്തുവരുന്നേനെ? തോൽവിയായിരിക്കും, അല്ലേ? 318 പേരുടെ കൂടെ അബ്രഹാം ഇല്ലല്ലോ. അബ്രഹാം വാസ്തവത്തിൽ 318 പ്ലസ് അബ്രഹാം പ്ലസ് ഈ 3 പേര്, മമ്രയും മറ്റേ തൻ്റെ 2 സഹോദരന്മാരും. അപ്പൊ 318, 18, 20, 21, 22 പേരേ ഉള്ളൂ. 322 പേരേ ഉള്ളൂ. അവര് പല ഭാഗങ്ങളായിട്ട് തിരിഞ്ഞാണ് അവര് ഈ യുദ്ധം ചെയ്തത്. അപ്പോൾ നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം വി ആർ ഓൾ ഇൻഡിവിജ്വൽ മെമ്പേഴ്സ്. നമ്മൾ എല്ലാവരും അവരവരുടെ പാർട്ട് ചെയ്തെങ്കിൽ മാത്രമേ സഭ വാസ്തവത്തിൽ
വളരാനായിട്ട് സാധിക്കത്തുള്ളൂ. സഹോദരിമാർക്ക് ഭാഗമുണ്ടോ, പാർട്ടുണ്ടോ? ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. സഹോദരന്മാർക്ക് മാത്രമല്ല കേട്ടോ, സഹോദരന്മാരും തമ്മിൽ ആകെപ്പാടൊരു വ്യത്യാസമുള്ളത് സഹോദരന്മാരുടെ ഇരിക്കുന്ന കൂട്ടത്തിൽ സഹോദരിമാർക്ക് സംസാരിക്കാനായിട്ട്, അവരെ ഉപദേശിക്കാനായിട്ട് ദൈവവചനം സമ്മതിക്കുന്നില്ല. ഇതൊഴികെ എല്ലാ കാര്യങ്ങളും പറ്റും. ഒരു വേദസം വായിക്കാൻ പറഞ്ഞ വേദസം വായിക്കാൻ ഒക്കുമോ? ഒക്കുമോ അച്ഛാ? ഒക്കും. ഒരു വേദവസം ഒന്ന് വായിക്കാൻ പറഞ്ഞ വേദസം വായിക്കാം. നമ്മൾ സാധാരണഗതിയിൽ എല്ലാവരും ഇരിക്കുന്ന സമയത്ത് പാട്ടൊന്നും പാടിയെടുക്കത്തില്ല. നമ്മൾ സഹോദരന്മാർ ചെയ്യും, നല്ലത് തന്നെ, അങ്ങനെ തന്നെ പോയാൽ മതി. പക്ഷെ ഞാൻ പറയാൻ വന്നത്, നമ്മൾ എല്ലാവരും കുറഞ്ഞ പക്ഷം വീട്ടിൽ നിന്ന് എല്ലാവരെയും ഒരുക്കി എന്നാ ഇന്ന് മീറ്റിങ്ങിന് പോകാം എന്ന് പറഞ്ഞാൽ പോകാൻ ഒക്കുമോ? ഒക്കോ ഇല്ലയോ? സഹോദരി പറയാണ്, നമുക്ക് ഇന്ന് മീറ്റിങ്ങിന് പോകാം കേട്ടോ, അടുത്ത ആഴ്ച അച്ചായ നമുക്ക് പോകണം, മീറ്റിങ്ങിന് പോകണം എന്ന് പറഞ്ഞാൽ പോകുമോ ഇല്ലയോ? പോകും, തീർച്ചയായിട്ടും പോകും. അപ്പൊ സഹോദരിമാർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും, സഹോദരന്മാർക്കും ചെയ്യാൻ കഴിയും. അപ്പം അബ്രഹാമിന്റെ ജീവിതത്തിൽ 318 പേര്, ഇറ്റ് വാസ് ടു ലിറ്റിൽ, ബട്ട് ഹി യൂസ്ഡ് ഇറ്റ് വൈസ്ലി. നമ്പർ 1. നമ്പർ 2, ആസ് എ ചർച്ച് നമ്മൾ എല്ലാവരും, ഇവരെല്ലാവരും 318 പേരും അവര് ഒരേപോലെ പ്രവർത്തിച്ചത് കൊണ്ടാണ് അബ്രഹാമിന് ജയിക്കാനായിട്ട് സാധിച്ചത്. ക്രിസ്തീയ ജീവിതത്തിൽ സഭയായിട്ടും വ്യക്തികളായിട്ടും നമ്മുടെ ക്രിസ്തീയ ജീവിതം വിജയിക്കണമെങ്കിൽ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സഭയ്ക്കാണെങ്കിലും സഭയിലുള്ള എല്ലാ സഹോദരന്മാര് ഒരുപോലെ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ സഭ മുൻപോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനി 14-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ ഞാനൊരു നോട്ട് പോലെ എഴുതിയിരിക്കുന്നതാണ്. അബ്രഹാം ബ്രിങ്സ് ബാക്ക് ലോത്ത് ആൻഡ് ഓൾ ഹി ഹാഡ്. ലോത്തിനെയും തൻ്റെ തനിക്കുള്ളതെല്ലാം കൊണ്ടുവന്നു. പക്ഷേ നമ്മൾ വാസ്തവത്തിൽ ഈ അധ്യായം വായിച്ചാൽ ലോത്ത് പിന്നെ എങ്ങോട്ടാ പോയത്? എങ്ങോട്ട് പോയി? സോതോമിലേക്ക് തന്നെ പോയി. അബ്രഹാം ഹെബ്രോനിലേക്ക് പോയി, ലോത്ത് സോതം വിട്ടോ. ഞാനിത് വായിച്ചപ്പോൾ വാസ്തവത്തിൽ ഞാൻ ചിരിക്കായിരുന്നു. കാര്യം പത്രോസ് പറയുമ്പം നീതിമാനായ ലോത്ത് വലഞ്ഞു പോയി എന്നൊക്കെയാ പറയുന്നത്. പിന്നെ എന്തിനാ അദ്ദേഹം അങ്ങോട്ട് പോയത് ഞാൻ ചോദിക്കുന്നത്. പിന്നെ അങ്ങോട്ട് പോയി, ഒന്നുമല്ലെങ്കിൽ അവിടുന്ന് ഒക്കെ പോയി, ദാനിലൊക്കെ പോയി, അവിടുന്നൊക്കെ പിടിച്ചോണ്ട് വന്നു, ജീവൻ കിട്ടിയതാണല്ലോ. ഇനി ഞാൻ സോതോമിലേക്ക് ഇല്ലെന്ന് അദ്ദേഹം വിചാരിക്കേണ്ടതല്ലേ? നമ്മളാണ് വിചാരിക്കും, ഇനി ഇപ്പൊ യുദ്ധമൊക്കെ നടക്കുക, അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പെട്ടാ പിന്നെ ജന്മത്തിൽ ആ വഴിക്ക് നമ്മൾ പോകുമോ? ഉള്ളതൊക്കെ മതി, ജീവനും കൊണ്ട് പോരുന്ന നല്ലത്. നാളെ ആണെങ്കിലും ഇവർ വരുമല്ലോ എന്ന് നമ്മൾ ഓർക്കും. അപ്പോൾ അബ്രഹാമിന്റെ ഈ ലോത്ത് തിരിച്ചുപോയി എന്നുള്ളതാണ് വ്യത്യാസം. അബ്രഹാമും ലോത്തുമുള്ള വ്യത്യാസം കണ്ടോ? അബ്രഹാം ഈജിപ്തിൽ നിന്ന് പോയി, തിരിച്ചുപോയി, പക്ഷേ ഹി നെവർ വെൻ ബാക്ക് ടു ഈജിപ്റ്റ്. അതൊറ്റ സംഭവമായിരുന്നു. പക്ഷെ ലോത്ത് താൻ സോതോമിലേക്ക് പോയി. പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും അദ്ദേഹം എങ്ങോട്ടാ പോയത്? നമ്മൾ അടുത്ത അധ്യായങ്ങൾ 19 അധ്യായമൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം, ലോത്തിനെ പിന്നെ നമ്മൾ സോതോമിൽ തന്നെയാണ് കാണുന്നത്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു പ്രാവശ്യം അവിടുന്ന് രക്ഷപ്പെട്ടു വന്നത് അദ്ദേഹം, പക്ഷേ ഹി വാസ് നോട്ട് ഏബിൾ ടു കം ഔട്ട് ഓഫ് ദാറ്റ്. ഇനി 14-17 അവര് 17-ാം വാക്യത്തിൽ ഇവരെയൊക്കെ തോൽപ്പിച്ചിട്ട് അബ്രഹാം ഈ ലോത്തും തൻ്റെ എല്ലാമായിട്ട് മടങ്ങി വന്നപ്പോൾ സോദോം രാജാവ് രാജതാഴ്വര എന്ന ശാവേ താഴ്വര വരെ അവനെ എതിരേറ്റിയെന്നു. ശാലേം രാജാവായിരിക്കുന്ന മൽക്കിസേദെക്കും സേദെക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അവൻ അത്യുന്നത ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. അങ്ങനെയുള്ളതായിരിക്കും കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നു. അവിടെ ഷാവേ താഴ്വര എന്ന് കാണുന്നത്, ഷാവേ എന്ന വാക്കിന്റെ അർത്ഥം പ്ലെയിൻ ഓർ ലെവൽ ഗ്രൗണ്ട് എന്നാണ്, നിരപ്പായ സ്ഥലം എന്നാണ്. അത് യെരുശലേമിന് അടുത്തുള്ള കിദ്രോൻ താഴ്വരയാണെന്നാണ് വിശ്വസിക്കുന്നത്. അതിന് വേറൊരു പേരാണ് കിങ്സ് ഡെയിൽ ഓർ കിങ്സ് വാലി, രാജതാഴ്വര. അവിടെ ആ രാജതാഴ്വരയെ കുറിച്ച് നമ്മൾ 2 ശമൂവേൽ 18-ാം അധ്യായത്തിൽ അബ്ശാലോമിന് പുത്രന്മാരില്ലാത്തത് കൊണ്ട് അബ്ശാലോം പറഞ്ഞു, എൻ്റെ പേര് ഇനി നിലനിൽക്കാൻ സാധിക്കത്തില്ല, അതുകൊണ്ട് ഞാൻ ഒരു സ്തംഭം നാട്ടുന്നു എന്ന് പറഞ്ഞിട്ട് ഈ താഴ്വരയിലാണ്, കിങ്സ് ഡെയിലെ രാജതാഴ്വരയിലാണ് താൻ ആ സ്തംഭം നാട്ടിയത്. രാജാക്കന്മാരൊക്കെ വരുമ്പോൾ അവരുടെ മെയിൻ മീറ്റിങ്ങുകളൊക്കെ നടക്കുന്നത് ഈ താഴ്വരയില്ല. കിദ്രോൻ, വാലി ഓഫ് കിദ്രോൻ ആണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. കിദ്രോൻ താഴ്വരയാണ് എന്ന് കരുതുന്നവരുണ്ട്. കൃത്യമായിട്ട് അറിയത്തില്ല, എങ്കിലും ഇറ്റ്സ് എ പ്ലെയിൻ ഓർ ലെവൽ ഗ്രൗണ്ട്, ഷാവേ ഓർ കിങ്സ് ഡെയിൽ. അത് ആ കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടതായ ഒരു സ്ഥലമായിരുന്നു. അതുകൊണ്ടാണ് അബ്ശാലോം അവിടെ തനിക്ക് മക്കളില്ലാത്തത് കൊണ്ട് പേര് നിലനിർത്താനായിട്ട് ഒരു സ്തംഭം സ്ഥാപിക്കാനായിട്ട് ഇടയായി. എ പില്ലർ ഹി എറക്റ്റഡ് ദേർ. ഇനി ഈ ഷാവേ താഴ്വര അഥവാ കിങ്സ് വാലി വാസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ അബ്രഹാം ബിക്കോസ് ഹി മെറ്റ് മെൽക്കിസദേക്ക്. നമ്മൾ മെൽക്കിസദേക്ക് എന്ന് പറയുന്നതായിരിക്കുന്ന വ്യക്തിയെ നമ്മൾ ഈ അധ്യായത്തിൽ കാണുകയാണ്, അഥവാ ദൈവവചനത്തിൽ മെൽക്കിസദേക്ക് എന്ന് പറയുന്ന വ്യക്തിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. 14-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം.
അതുപോലെ തന്നെ 17-ാം വാക്യത്തിൽ ബേര കിങ് ഓഫ് സോതോമിനെയും കാണുന്നുണ്ട്. അതാ നമ്മൾ പറഞ്ഞത്, സോതോം രാജാവ് കീഴ്ക്കുഴിയിൽ വീണെങ്കിലും അവിടുന്ന് രക്ഷപ്പെട്ടു എന്ന് പറയാൻ കാര്യം അദ്ദേഹം പിന്നീട് വാസ്തവത്തിൽ അബ്രഹാമിനെ മീറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് 17-ാം വാക്യത്തിൽ കാണാനായിട്ട് കഴിയും. ഇനി മെൽക്കിസദേക്ക് എന്ന് പറയുന്ന വ്യക്തി, ശാലേം എന്ന വാക്കിന്റെ അർത്ഥം പീസ് അഥവാ സമാധാനം എന്നുള്ള, ശാലേം എന്ന് വെച്ചാൽ സമാധാനം. മൽക്കിസദേക്ക് മീൻസ് കിങ് ഓഫ് റൈച്ചസ്നെസ് ഓർ നീതിയുടെ രാജാവ് എന്നാണ് മൽക്കിസദേക്ക്. ഇത് വളരെ പ്രധാനമാണ്. കാര്യം നമ്മൾ എപ്പോഴും നമുക്കറിയാം, വി കണക്ട് മൽക്കിസദേക്ക് ടു ദ ഹൈ പ്രീസ്റ്റ്ഹുഡ് ഓഫ് മൽക്കിസദേക്ക് ടു ദ പ്രീസ്റ്റ്ഹുഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതുകൊണ്ട് മൽക്കിസദേക്ക് എന്ന് വെച്ചാൽ നീതിയുടെ രാജാവ് എന്നാണ് അതിന്റെ അർത്ഥം, നീതിയുടെ കിങ് ഓഫ് റൈച്ചസ്നെസ്. ശാലേം രാജാവ് എന്ന് വെച്ചാൽ കിങ് ഓഫ് പീസ്, സമാധാനത്തിന്റെ രാജാവ് എന്നുള്ളതാണ്. സമാധാനത്തിന്റെ രാജാവ്, നീതിയുടെ രാജാവ്, സമാധാനത്തിന്റെ രാജാവ്. ഇവിടെ 18-ാം വാക്യം മുതൽ 18 മുതൽ 20 വരെ അബ്രഹാമിനെ മൽക്കിസദേക്ക് വന്ന് ഈ കിങ്സ് ഡെയിലിൽ, കിങ്സ് വാലിയിൽ, ശാവേ താഴ്വരയിലൊക്കെ വെച്ച് കാണുക. അവിടെ നമ്മൾ വായിക്കുന്നത് എന്താണ്? 18-ാം വാക്യം അടിയിലുണ്ടായിരുന്നോ? ഞാൻ തന്നെ മുഴുവൻ വായിക്കുന്നത്. ശാലോം രാജാവായ മെൽക്കിസദേക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. അപ്പോൾ ഒന്ന്, ശാലേം രാജാവായിരിക്കുന്ന മൽക്കിസദേക്ക് brought bread and wine. Probably he must have brought enough for Abram and his company. 19-ാം വാക്യം. അവൻ അവനെ അനുഗ്രഹിച്ചു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവത്താൽ അബ്രാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. മതി. അവിടെ Melchizedek blessed Abraham, shows superior spiritual authority of Melchizedek. Melchizedek അബ്രഹാമിനേക്കാൾ ഉന്നതനാണ്. കാര്യം നമുക്കറിയാം, അത് വാസ്തവത്തിൽ നമ്മൾ പിന്നെ എബ്രായ ലേഖനത്തിൽ വായിക്കുമ്പം അങ്ങനെ തന്നെ പറയുന്നുണ്ട്, അബ്രഹാം ഉയർന്ന ആളാണല്ലോ താഴ്ന്ന ആൾക്കാരെ ബ്ലസ് ചെയ്തല്ലേ അനുഗ്രഹിക്കുന്നത്. ആ നിലയിൽ അബ്രഹാമിനെ മൽക്കിസദേക്ക് അനുഗ്രഹിച്ചു എന്നുള്ളതാണ്. സോ ഷോസ് ദ സുപ്പീരിയർ അതോറിറ്റി ഓഫ് മൽക്കിസദേക്ക്. 20, നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. അപ്പോ ബ്ലെസ്സിങ് ദ മോസ്റ്റ് ഹൈ ഗോഡ്, ദൈവത്തെ സ്തുതിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മൽക്കിസദേക്ക് വാസ്തവത്തിൽ വളരെ വളരെ നമുക്ക് തിരുവചനത്തിൽ വേറെ ആൾക്കാരും അങ്ങനെ ഉണ്ട് കേട്ടോ. അബ്രഹാം എങ്ങനെ അത്യുന്നത ദൈവത്തെ സേവിച്ചോ അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ ദൈവത്തെ സേവിച്ചവർ വേറെയുണ്ട്. വാസ്തവത്തിൽ നമുക്ക് ഇയ്യോബിനൊക്കെ അറിയാം. ഇയ്യോബൊക്കെ ദൈവത്തെ സേവിച്ചവർ. അവരൊന്നും ഈ അബ്രഹാമുമായിട്ട് ബന്ധമുള്ളവരല്ലെങ്കിലും നമുക്ക് വേറെയും കാണാൻ കഴിയും. അങ്ങനെയുള്ള ആൾക്കാർ ദൈവത്തെ യഥാർത്ഥത്തിൽ സത്യദൈവത്തെ സേവിച്ചവർ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അബ്രഹാം മാത്രമായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പം വൺ ഓഫ് ദം വാസ് മെൽക്കിസദേക്ക്. ഹി ബ്ലസ് ദ മോസ്റ്റ് ഹൈ ഗോഡ്. ഇനിയും 20-ാം വാക്യം. അവന് അബ്രാം സകലത്തിലും ദശാംശം കൊടുത്തു. അവൻ അബ്രഹാം സകലത്തിലും ദശാംശം കൊടുത്തു. Abraham accepts the priesthood of Melchizedek, shows Abraham's loves God and God's servants. ഇവിടെ ഒരു കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ദശാംശം എന്ന് പറയുന്നത് നമ്മൾ ശരിയായിട്ട് കാണുന്നത് പഴയ നിയമത്തിൽ ന്യായപ്രമാണത്തുള്ള ബന്ധത്തിലാണ്. പക്ഷേ അതിനു മുമ്പും ദശാംശം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അബ്രഹാം കൊടുത്തത്. അബ്രഹാം ന്യായപ്രമാണത്തിന് മുമ്പുള്ള ആളാണ്. അബ്രഹാം കൊടുക്കാൻ കാരണം ദശാംശം എന്ന് പറയുന്നത് ന്യായപ്രമാണ കാലഘട്ടത്തിന് മുൻപ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇനി 110-ാം സങ്കീർത്തനം 4-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചാട്ടെ. അവിടെയാണ് നമ്മൾ പഴയ നിയമത്തിൽ ഇത് കർത്താവുമായിട്ട് ബന്ധിപ്പിക്കുന്നതായിരിക്കുന്ന വാക്യം കാണുന്നത്. 110-ാം സങ്കീർത്തനം 4-ാം വാക്യം. നീ മെൽക്കിസദേക്കിന്റെ വിധത്തിൽ എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് യഹോവ സത്യം ചെയ്ത് അനുദപിക്കുകയുമില്ല. അപ്പം വാസ്തവത്തിൽ ഇവിടെയാണ് ഈ വാക്യം നമുക്ക് അനേക സ്ഥലങ്ങളിൽ എബ്രായ ലേഖനത്തിൽ ഇത് എടുത്ത് എബ്രായ ലേഖനകാരൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് വാസ്തവത്തിൽ ഈ മൽക്കിസദേക്ക് എന്ന വ്യക്തിയെ കർത്താവുമായിട്ട് ബന്ധിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതായിരിക്കുന്ന ഒരു കാര്യം. ഇനി ദൈവശാസ്ത്രപരമായ തിയോളജിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് മൽക്കിസദേക്ക്. എബ്രായ ലേഖനം 5, 6, 7 അധ്യായങ്ങൾ നമുക്ക് നോക്കിയാൽ മൽക്കിസദേക്കിന്റെ ദൈവശാസ്ത്രപരമായ തിയോളജിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് മൽക്കിസദേക്ക് കാണാനായിട്ട് കഴിയും. നമുക്കറിയാം എബ്രായ ലേഖനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതായ പ്രമേയം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ശ്രേഷ്ഠതയാണ്, ദ സുപ്പീരിയോറിറ്റി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാൻ ഇടയ്ക്ക് ഇപ്പോഴല്ല കേട്ടോ, കുറച്ചു നാൾ മുമ്പ്
ഏതൊരു മെസ്സേജ് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു അതുക്കും മേലെ എന്ന് പറഞ്ഞു. അതുക്കും മേലെ എന്ന് വെച്ചാൽ ഏത് പറഞ്ഞാലും അതുക്കും മേലെ വെച്ചാൽ തമിഴാന്ന് തോന്നുന്നില്ലേ? അതുക്കും മേലെ എന്നാണ് ലേഖനകാരൻ പിന്നെ പറയൂ. മൽക്കീസേദെക്ക് അതുക്കും മേലെ, മോശയാണെങ്കിലും അതുക്കും മേലെ, അബ്രഹാം ആണെങ്കിലും അതുക്കും മേലെ, പിന്നെ ശലോമോനാണെങ്കിൽ അതുക്കും മേലെ, ദേവാലയമാണെങ്കിൽ അതുക്കും മേലെ. ആരാ? സുപ്പീരിയോറിറ്റി ഓഫ് ക്രൈസ്റ്റ്. അതാണ് നമ്മൾ എബ്രായ ലേഖനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇനി മൽക്കീസേദെക്കിനെ കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ എന്താ പറയുക? മൽക്കീസേദെക്ക് സുപ്പീരിയർ ടു എബ്രഹാം. മൽക്കീസേദെക്ക് അബ്രഹാമിനെ അനുഗ്രഹിച്ചു. സോ വി നോ ദാറ്റ്. എബ്രായ ലേഖനം നമുക്ക് എടുത്തു വായിക്കാൻ സമയമില്ല. എബ്രായ ലേഖനകാരൻ പറയുകയാണ് അങ്ങനെ അത് എന്താ വലിയവരാണല്ലോ താഴ്ന്ന ആൾക്കാരെ അനുഗ്രഹിക്കുന്നത്. ആ നിലയിൽ മൽക്കീസേദെക്ക് വാസ് സുപ്പീരിയർ ടു അബ്രഹാം. പിന്നെ കർത്താവിനെ സംബന്ധിച്ച ക്രൈസ്റ്റ് വാസ് ബോൺ ഇൻ ദ ട്രൈബ് ഓഫ് ജൂഡ, അല്ലേ? യഹൂദ ഗോത്രത്തിലാണ്. യഹൂദ ഗോത്രത്തിന് പൗരോഹിത്യമില്ല. സോ ക്രൈസ്റ്റ് by birth cannot be a priest. He cannot be a priest. So he needs another order. അത് നമ്മൾ എബ്രായ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. എബ്രായ ലേഖനം വളരെ കൃത്യമായിട്ട് കേട്ടോ 5, 6, 7 അധ്യായം വായിക്കേണ്ടതാണ്. അവിടെ നമ്മൾ പറയുന്നുണ്ട്, അവിടെ ലേഖനകാരൻ പറയുന്നുണ്ട്, വാസ്തവത്തിൽ ക്രിസ്തുവിന് ഫോർ ഹിസ് priesthood he needs a priesthood which is different because he cannot be a priest according to the Old Testament law. അല്ലെ? പഴയ നിയമങ്ങൾക്കനുസരിച്ച് കർത്താവായ യേശു ക്രിസ്തുവിന് ഒരു പ്രീസ്റ്റ് ആയിട്ടിരിക്കാൻ സാധിക്കത്തില്ല. സോ ഹി നീഡ്സ് എ ഡിഫറെന്റ് ഓർഡർ. അതുകൊണ്ടാണ് എബ്രായ ലേഖനകാരൻ പറയുന്നത് ജീസസ് ഈസ് എ ഹൈ പ്രീസ്റ്റ് ഇൻ ദ ഓർഡർ ഓഫ് മൽക്കീസേദെക്ക്, നോട്ട് എർത്ത് ബട്ട് ഡിവൈൻ. യേശു മൽക്കീസേദെക്കിന്റെ ക്രമത്തിൽ മഹാപുരോഹിതൻ എന്ന് പറയുന്ന കാര്യം ബിക്കോസ് ഹി കനോട്ട് ബി, നമ്പർ 1, ഹി കനോട്ട് ബി എ പ്രീസ്റ്റ്. നമ്മൾ കർത്താവായ യേശു ക്രിസ്തു നോക്കിയാൽ അവൻ യഹൂദ ഗോത്രത്തിലുള്ള സിംഹമാണ്. സോ ഹി കനോട്ട് ബി എ പ്രീസ്റ്റ് അക്കോർഡിംഗ് ടു ദ ലെവിറ്റിക്കൽ പ്രീസ്റ്റ്ഹുഡ്. അവരുടെ ലേവ്യ പൗരോഹിത്യ നിയമപ്രകാരം കർത്താവായ യേശു ക്രിസ്തു ഒരിക്കലും ഒരു പുരോഹിതനായിട്ടിരിക്കാൻ സാധിക്കത്തില്ല. സോ ദെയർഫോർ ഹി ഈസ് ഫ്രം എ ഡിഫറെന്റ് ഓർഡർ. ആൻഡ് ദാറ്റ് ഓർഡർ നമുക്കറിയാം. ഇവിടെ ഉൽപ്പത്തി പുസ്തകത്തിലും സങ്കീർത്തനത്തിലും കൂടെ നമ്മൾ വായിച്ചാൽ ആ ഭാഗങ്ങൾ കണക്ട്സ് ടു ജീസസ് ക്രൈസ്റ്റ്. ആൻഡ് എബ്രായ ലേഖനം നമ്മൾ വായിച്ചാൽ ദ റൈറ്റർ എസ്റ്റാബ്ലിഷസ് ക്രൈസ്റ്റ് പ്രീസ്റ്റ്ഹുഡ് ഈ സുപ്പീരിയർ ടു ലെവിറ്റിക്കൽ പ്രീസ്റ്റ്ഹുഡ്. എബ്രായ ലേഖനം നമ്മൾ നോക്കിയാൽ ക്രിസ്തുവിന്റെ പൗരോഹിത്യം ലേവ്യ പൗരോഹിത്യത്തെക്കാൾ വളരെ സുപ്പീരിയർ ആണ് എന്ന് നമുക്ക് കാണാൻ കഴിയില്ലയോ? എന്തെല്ലാം കാര്യങ്ങളാണ് കാണുന്നത്? ലേവ്യ പുരോഹിതന്മാര് അവര് നിൽക്കുമ്പോ കർത്താവ് ഇരിക്കുക. അതുപോലെ എന്തെല്ലാം കാര്യങ്ങളാ ഈ ലേവ്യ പൗരോഹിത്യവും കർത്താവിന്റെ പൗരോഹിത്യം തമ്മിൽ ഒരുപാട് വ്യത്യാസം നമുക്ക് എബ്രായ ലേഖനത്തിൽ കാണാൻ കഴിയും. ആൻഡ് എവറിവെയർ ഇറ്റ് ഷോസ് ദാറ്റ് ഹി ഈസ് സുപ്പീരിയർ, ഹിസ് പ്രീസ്റ്റ്ഹുഡ് ഈസ് സുപ്പീരിയർ. ആൻഡ് ദാറ്റ് പ്രീസ്റ്റ്ഹുഡ് എവിടുന്നാ വന്നത് എന്ന് ലേഖനകാരൻ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. ഇറ്റ് ഈസ് ഇൻ ദ ഓർഡർ ഓഫ് മൽക്കീസേദെക്ക്. മൽക്കീസേദെക്കിന്റെ പ്രത്യേകതയെക്കുറിച്ച് എബ്രായ ലേഖനം 7-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ എബ്രായ ലേഖനം അതാ ഈ മൽക്കീസേദെക്ക് എന്തുകൊണ്ടാണ് മൽക്കീസേദെക്കിനെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രീസ്റ്റ്ഹുഡിന്റെ ഒരു നിഴലായിട്ട് അഥവാ അതിന്റെ ഒരു എക്സാമ്പിൾ അല്ലല്ലോ. കർത്താവായ യേശു ക്രിസ്തുവിന് ലഭിച്ച പ്രീസ്റ്റ്ഹുഡ് മൽക്കീസേദെക്കിൻ്റെതാണെന്ന് പറയാൻ കാര്യം മൽക്കീസേദെക്കിന് ജീവ ആരംഭമില്ല, ജീവ അവസാനമില്ല, മാതാപിതാക്കളില്ല. തനിക്ക് എവിടെ നിന്നാണ് പൗരോഹിത്യം ലഭിച്ചതെന്ന് ആർക്കും അറിയത്തില്ല. കർത്താവിനെ കുറിച്ച് താൻ എവിടെ നിന്നാണ് അറിഞ്ഞതെന്ന് ആർക്കും അറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം നമ്മൾ 7-ാം അധ്യായത്തിൽ അതാണല്ലോ കണ്ടത്. എബ്രായ ലേഖനം 7-ാം അധ്യായത്തിൽ കണ്ടത് അവന് ജീവാരംഭമില്ല, വംശാവലിയില്ല, മാതാവില്ല, ജീവാവസാനമില്ല, അവൻ ദൈവപുത്രത്തിലെ എന്നേക്കും പുരോഹിതനായിരിക്കുന്നു. നമ്മൾ പഴയ നിയമത്തിൽ നോക്കിയാൽ പിന്നെ അവനെ കുറിച്ച് കാണുന്നേയില്ല. ഹി കെയിം ഫോർ എ മിനിറ്റ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കണ്ടു ഹി കെയിം ഫോർ എ ഫ്യൂ മിനിറ്റ്സ് ആൻഡ് ദെൻ ഹി വാനിഷ്ഡ്. പക്ഷെ ആ കെയിം ഫോർ എ ഫ്യൂ മിനിറ്റ്സ് നമുക്ക് മനസ്സിലായി ഹി ഈസ് സുപ്പീരിയർ ടു അബ്രഹാം. ഹി ഈസ് ഹോൾഡിംഗ് എ പ്രീസ്റ്റ്ഹുഡ് വിച്ച് ഇസ് ഡിഫറെന്റ് ഫ്രം ദ ഓർഡർ ഓഫ് ലെവിറ്റിക്കൽ ലോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ദെയർഫോർ എബ്രായ ലേഖനകാരൻ പറയാം മൽക്കീസേദെക്ക് ഈസ് എ ടൈപ്പ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്.
eternal priesthood of Christ, typified by Melchizedek's unknown lineage and endless existence. ഇനി ചില ആൾക്കാർ some suggest Melchizedek as a pre-incarnate appearance of Christ, a Christophany, and I think that is not correct. അത് ശരിയല്ല. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒരു അതായത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒരു പഴയ നിയമ പ്രത്യക്ഷതയാണ് മൽക്കിസദേക്ക് എന്ന് ചിലർ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. അത് ശരിയല്ല. പ്രസംഗിക്കുന്നവരൊക്കെ ചിലപ്പോൾ അങ്ങനെയൊക്കെ പറയും. പക്ഷെ നമുക്ക് ബൈബിൾ ക്ലാസ് പഠിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഒന്നൊന്നുമായിട്ട് കണക്ട് ചെയ്തോണം പറയല്ലോ. ബൈബിളിൽ പറയണം. എബ്രായ ലേഖനകാരൻ 3 അധ്യായം മുഴുവൻ പറഞ്ഞിട്ടും അങ്ങനെ പറഞ്ഞോ? പറഞ്ഞില്ല. അപ്പോ ഇറ്റ് ഈസ് നോട്ട് എ ക്രിസ്റ്റോഫനി. ചില ആൾക്കാർ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. ബട്ട് ദാറ്റ് കനോട്ട് ബി കറക്റ്റ്. ക്രിസ്തുവിന്റെ ഒരു അവതാരമായിരുന്നു, മുമ്പുള്ള പ്രത്യക്ഷതയായിരുന്നു എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. പക്ഷേ ദാറ്റ് ഈസ് നോട്ട് കറക്റ്റ്. കർത്താവ് ഇതിനു മുമ്പ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം, അബ്രഹാമിനൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അത് നമുക്കറിയാം, കൃത്യമായിട്ട് അറിയാം. പക്ഷേ ഇത് ദിസ് ഇസ് നോട്ട് എ ക്രിസ്റ്റഫനി എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പ്രയാസമില്ല. So, in summary, Melchizedek, the unique royal king and priest of the Most High God, serves as a type of Jesus Christ. His ancient, royal, and eternal priesthood pointed forward to Jesus, the ultimate high priest who perfectly embodies righteousness and peace. അപ്പോൾ ഞാൻ ഇറ്റേണൽ അവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് ഹിസ് priesthood. ഈ എക്സ്പ്ലനേഷൻ ഇല്ലാത്തത് കൊണ്ട് വി കൺസിഡർ ഇറ്റ് ആസ് ഇറ്റേണൽ. പക്ഷെ നമുക്കറിയാം മൽക്കിസദേക്ക് മരിച്ചുപോയി. പക്ഷെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, his priesthood is forever. That is a different priesthood which is not connected to the priesthood of the Levitical priesthood എന്നുള്ളത്. ഇനി 21-24 വാക്യം വരെ നമ്മൾ നോക്കിയാൽ, 21-24 വരെ നോക്കിയാൽ അവിടെ അപ്പം നമ്മൾ ആദ്യം കണ്ടു മൽക്കിസദേക്കിനെ കാണുന്നു. മൽക്കിസദേക്ക് അബ്രഹാമിനെ അനുഗ്രഹിക്കുന്നു. അബ്രഹാം അദ്ദേഹത്തിന് ടൈറ്റ്സ് കൊടുക്കുന്നു. അതുപോലെ തന്നെ ആ കാര്യങ്ങളൊക്കെ നമ്മൾ കാണാനായിട്ടിടയായി. ഇനി 21 വാക്യം വായിച്ചാട്ട്. സോദോം രാജാവ് അബ്രാമിനോട്, ആളുകളെ എനിക്ക് തരിക, സമ്പത്ത് നീ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. അതിന് അബ്രാം സോദോം രാജാവിനോട് പറഞ്ഞത്, ഞാൻ അബ്രാമിനെ സമ്പന്നനാക്കിയെന്ന് നീ പറയാതിരിപ്പാൻ ഞാൻ ഒരു ചരടാകട്ടെ ചെരുപ്പുവാറാകട്ടെ നിനക്കുള്ളതിൽ യാതൊന്നുമാകട്ടെ എടുക്കുകയില്ല എന്ന് ഞാൻ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അത്യുന്നത ദൈവമായ യഹോവയിലേക്ക് കൈ ഉയർത്തി സത്യം ചെയ്യുന്നു. ബാല്യക്കാർ ഭക്ഷിച്ചതും എന്നോടുകൂടെ വന്ന ആനേർ, ഏഷ്കോർ, മമ്രെ എന്നീ പുരുഷന്മാരുടെ ഓഹരി മാത്രമേ വേണ്ടൂ. ഇവർ തങ്ങളുടെ ഓഹരി എടുത്തുകൊള്ളട്ടെ. അപ്പം 22-23 വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ അബ്രഹാംസ് ട്രസ്റ്റ് ഇൻ ഗോഡ്സ് പ്രൊവിഷൻ, ദൈവത്തിന്റെ കരുതലുള്ളതായിരിക്കുന്ന അബ്രഹാമിന്റെ പ്രൊവിഷനാണ്. അബ്രഹാം ഒരുപാട് സാധാരണഗതിയിൽ ഈ കൊള്ള തിരിച്ചു കൊണ്ടുവരുമ്പോൾ നിയമം അനുസരിച്ച് ആ മുഴുവൻ സ്വത്തും ആർക്കുള്ളതാണ്? അബ്രഹാമിനുള്ള കാര്യം. അദ്ദേഹം അവരെ ഡിഫീറ്റ് ചെയ്തിട്ട് കൊണ്ടുവന്ന കൊള്ളയാണല്ലോ അല്ലേ? അത് വേണമെങ്കിൽ അബ്രഹാമിന് ക്ലെയിം ചെയ്യാം. ബിക്കോസ് അദ്ദേഹത്തിന് അധ്വാനമാണ്. ഈ 257 കിലോമീറ്റർ യാത്ര ചെയ്ത് ഇവരെ തോൽപ്പിച്ച് കൊണ്ടുവന്നതാണ്. വേണമെങ്കിൽ അബ്രഹാമിന് ക്ലെയിം ചെയ്യാം. പക്ഷെ അബ്രഹാം പറഞ്ഞു, നോ, ഐ ഡോണ്ട് വാണ്ട് ഇറ്റ്. ഞാൻ വിചാരിക്കുന്നത് അബ്രഹാം ഇത് പറയാനൊരു കാരണമുണ്ട്. എന്താ അറിയാമോ? അബ്രഹാമിന് ഒരബദ്ധം പറ്റിയത് എവിടെ വെച്ചാ? മിസ്രൈമില്. അവിടെ പോയപ്പം അവിടുന്ന് കുറച്ച് സമ്പത്തൊക്കെ കൊണ്ടുവന്നതാണ്. അത് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. അത് ശരിയല്ലെന്നുള്ള കാര്യം അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. ഞാനെങ്കിൽ ഒരു ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് കൂടെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. അബ്രഹാം പറഞ്ഞു, എനിക്ക് സോദോമുമായിട്ട് യാതൊരു ബന്ധവും, നോ, ഐ ഡോണ്ട് നീഡ് എനി റിലേഷൻ. സോദോമിന്റെ സമ്പത്ത് എനിക്ക് വേണ്ട. സോദോമിന്റെ സമ്പത്ത് എനിക്ക് വേണ്ട. എന്തോ ഒരു ഞാൻ വിചാരിക്കും എന്തോ ഒരു സ്വത്താ കൊണ്ടുവന്നറിയാമോ? എന്തുമാത്രം സ്വത്ത് കൊണ്ടുവന്ന് കാണും. ഈ 2 രാജാക്കന്മാർ, ഗോമോർ രാജാവിന്റെ സോദോം രാജാവിന്റെ സ്വത്തെല്ലാം ഇവർ കൊണ്ടുപോയതെല്ലാം ഇദ്ദേഹം കൊണ്ടുവന്നു. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അതിന് കൂടെ മറ്റു രാജാക്കന്മാരുടെയും കൊണ്ടുവന്നിട്ടുണ്ടാവുമായിരിക്കും. കാര്യം ഈ 4 രാജാക്കന്മാർ ഒരുപാട് പേരെ തോൽപ്പിച്ച് വരിക. അപ്പോൾ എത്രത്തോളം കൊണ്ടുവന്ന് ഒരുപാട് സ്വത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം പറഞ്ഞു, എനിക്കൊന്നും വേണ്ട. കാര്യം സോദോമുമായിട്ട് ഐ കനോട്ട് ഹാവ് എ relationship. No, I cannot have a relationship. That's very important. Abba Abraham consistently prioritized his testimony. His relation with Sodom, which was not in alignment with his testimony, provides a valuable lesson for us. Ada സോദോമുമായുള്ള ബന്ധം അബ്രഹാമിന്റെ സാക്ഷ്യത്തിന് ചേർന്നതല്ല. സോദോമിലെ അവിടെ നമ്മൾ വായിക്കുന്നത് ഒരു ചെരുപ്പ് വാറാകട്ടെ ഒരു ചരടാകട്ടെ വേണ്ട. ചെരുപ്പ് വാർ നമുക്കറിയാം
ചെരുപ്പിന്റെ വാറഴിപ്പാൻ പോലും ഞാൻ യോഗ്യനല്ലെന്ന് യോഹന്നാൻ പറയുന്നുണ്ടല്ലേ? പറയുന്നുണ്ട് അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ എന്ന് വെച്ചാൽ അത്ര മീനിയൽ സാധനം, അതുപോലും എനിക്ക് വേണ്ട. പക്ഷെ അബ്രഹാം പറഞ്ഞു, ഇവര് കുറച്ച് ആഹാരം കഴിച്ചിട്ടുണ്ടാവും, പിന്നെ എൻ്റെ കൂടെ വന്ന ഈ 3 സഹോദരന്മാരുണ്ടല്ലോ, മമ്രയും ബാക്കി 2 പേരും, അവർക്കുള്ള ഓഹരി എടുത്തോട്ട്, പക്ഷെ എനിക്കൊന്നും വേണ്ട. ബിക്കോസ് ആരും നാളെ എന്നെ സോദോമുമായിട്ട് കണക്ട് ചെയ്യരുത്. ആരും എന്നെ നാളെ സോദോമുമായിട്ട് കണക്ട് ചെയ്യരുത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് അല്ലേ? ഇമ്പോർട്ടൻ്റ് ആണോ? ഐ തിങ്ക് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻ്റ്. നമ്മളെ കണക്ട് ചെയ്യുമ്പോൾ, നാളെ ഒരാൾ നമ്മളെ കണക്ട് ചെയ്യുമ്പോൾ ഈ കണക്ഷൻ പാടില്ല. ദൈവം നമ്മളെ നടത്തി എന്ന് പറയുമ്പോൾ, അയ്യോ അല്ലല്ല, അതായിരുന്നു അദ്ദേഹം കൊണ്ടാണ് കേട്ടോ നമ്മൾ രക്ഷപ്പെട്ടു പോയത്. നോ, യു ഷുഡ് നോട്ട് ഹാവ് ദാറ്റ് കണക്ഷൻ. സോദോമിന്റെ കണക്ഷൻ അബ്രഹാം വിചാരിച്ചു, എനിക്കത് വേണ്ട എന്ന് തീരുമാനിക്കാനിടയായി. സോ അബ്രഹാം, സോദോമുമായുള്ള ബന്ധം അബ്രഹാമിന്റെ സാക്ഷ്യത്തിന് ചേർന്നല്ല. നമ്മൾ വളരെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഹി ഡിസൈഡ് ടു കീപ് ഹിസ് ഡിസ്റ്റൻസ്, അകലം പാലിച്ചു. അത് നമുക്ക് നല്ലൊരു മാതൃകയാണ്. പിന്നീട് 22-ാം വാക്യത്തിൽ അവിടെ നമ്മൾ ഹി ഈസ് പ്രൊട്ടക്ടിങ് ഗോഡ്സ് ഗ്ലോറി, അതും വളരെ പ്രധാനമാണ്. അദ്ദേഹം the stated reason lest you should say I have made Abraham rich. He wanted to say that no, it is God's provision. എനിക്കുള്ളതെല്ലാം ദൈവത്തിൽ നിന്നാണ് എന്ന് പറയണം എന്ന് അബ്രഹാം വിചാരിച്ചു. അതുകൊണ്ട് അബ്രഹാം പറഞ്ഞു, നോ, ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ എനിത്തിങ് ലൈക്ക് ദാറ്റ്. അപ്പൊ നമ്മൾ 14-ാം അധ്യായം നമ്മൾ കഴിഞ്ഞു. 14-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടതായിരിക്കുന്ന 2-3 കാര്യങ്ങൾ എന്താ? പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ എന്താ? എന്തെങ്കിലും കണ്ടായിരുന്നോ? എന്തെങ്കിലും നിങ്ങളുടെ ഓർമ്മ വരുന്നുണ്ടോ? പറഞ്ഞോ. പറഞ്ഞോ, ഉറക്കെ പറ. ചെയ്യണം, അത് തന്നെ. ഒന്ന്. രണ്ടാമത് എന്തെങ്കിലുമൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ 15-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം 1-2 വാക്യങ്ങളുടെ പറയണം എന്ന് ഓർക്കുക. ഇതിന്റെ കണ്ടിന്യൂഷനാ ആ വാക്യം. അടുത്ത ആഴ്ച നമ്മൾ പറയുമ്പോൾ ഈ കണ്ടിന്യൂഷൻ നഷ്ടപ്പെടും. അതുകൊണ്ട് അതും കൂടെ ഒന്ന് ഓർപ്പിക്കാന്ന് വിചാരിക്കാം. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടു അല്ലേ? നിങ്ങളുടെ ഹൃദയത്തിൽ പെട്ടെന്ന് അത് വരുന്നില്ല. നിങ്ങളിത് നോക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അത് വരും എന്നുള്ളതാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതം വളരെ സൂക്ഷ്മതയോടെ നമ്മൾ വേണം. ദൈവമക്കളുടെ സഹവാസം നമുക്ക് വളരെ പ്രധാനമാണ്. നമുക്കുള്ള കാര്യങ്ങൾ ദൈവഹിതത്തിനനുസരിച്ച് വേണം നമ്മൾ ചെയ്യാൻ എന്നുള്ളതൊക്കെ നമുക്ക് കാണാനിടയായി. ഇനിയും 15-ാം അധ്യായത്തിൽ 1-ാം വാക്യം. അതിന്റെ ശേഷം അബ്രഹാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാടുണ്ടായത് എന്തെന്നാൽ, അബ്രഹാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയവും നിന്റെ അതിമഹത്തായ പ്രതിഫലവും ആകുന്നു. മതി. നമ്മൾ ആ ഭാഗം കൂടുതൽ ഡീറ്റെയിലായിട്ട് അടുത്ത ആഴ്ച പഠിക്കാം. പക്ഷെ ഈ ഭാഗത്തുള്ള ബന്ധത്തിൽ ഇതിന്റെ ശേഷം അബ്രഹാം തിരിച്ചു വന്നു കഴിഞ്ഞപ്പം അബ്രഹാമിന് ദൈവം ദർശനത്തിൽ, നമുക്കറിയാം ദർശനവും ഡ്രീമുമായിട്ട്, ദർശനവും സ്വപ്നവുമായിട്ട് വ്യത്യാസമുണ്ട്. ദർശനം എന്ന് പറയുന്നത് നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ കാണുന്നതാണ്. ഡ്രീം എന്ന് പറയുന്നത് നമ്മൾ ഉറങ്ങുമ്പോൾ കാണുന്നത്. ഉറക്കത്തിൽ ദൈവം നമ്മോട് സംസാരിക്കുന്നതിനാണ് ഡ്രീം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ കാണുന്ന ഡ്രീം അതല്ല. പക്ഷെ ആത്മീയമായ രീതിയിൽ പറഞ്ഞാൽ ഉറക്കത്തിൽ ദൈവം മനുഷ്യരോട് സംസാരിക്കുമ്പോൾ അതിന് ഡ്രീം എന്ന് പറയും. പക്ഷെ ഉണർന്നിരിക്കുമ്പോൾ കാണുന്നതാണ് വിഷൻ. ഇവിടെ അബ്രഹാം കാണുക. അവിടെ അബ്രഹാമിനോട് പറയാം, ഫിയർ നോട്ട് അബ്രഹാം, ഐ ആം ദൈ ഷീൽഡ് ആൻഡ് ദൈ എക്സൈഡിങ് ഗ്രേറ്റ് റിവാർഡ്. അല്ലെ, അബ്രഹാമെ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. ഈ ഭാഗത്തിന് ദൈവത്തിന്റെ എല്ലാ വാഗ്ദാനങ്ങൾക്കും പല വാഗ്ദാനങ്ങൾക്കും there is an immediate effect and also there is a future impact. ഇമ്മീഡിയറ്റും ഉണ്ട്, ഫ്യൂച്ചറും ഉണ്ട്. ഇവിടെ അബ്രഹാമിനോട് പറയാം, ഞാൻ നിന്റെ പരിചയമാകുന്നു. കാര്യം എന്താ? ഈ 4 രാജാക്കന്മാരെ തോപ്പിച്ചിട്ട് അദ്ദേഹം വന്നേക്കുന്നത്. ഈ 4 രാജാക്കന്മാരെ തിരിച്ചു വരും എന്നല്ലേ പ്രതീക്ഷിക്കാനൊക്കത്തുള്ളൂ? അല്ലേ? അങ്ങനെയല്ലേ പ്രതീക്ഷിക്കുന്നേ? സാധാരണ ഇത് നമ്മളാണ് അങ്ങനെ വിചാരിക്കത്തുള്ളൂ. ഇവര് വെറുതെ ഇരിക്കുവോ? ഇവര് നല്ല കുഞ്ഞുങ്ങളൊന്നും അല്ല, അവർ തിരിച്ചു വരും. അങ്ങനെ വന്നാൽ പ്രശ്നം അല്ലേ? അപ്പൊ ദൈവം എന്ത് പറഞ്ഞു? ഞാൻ നിന്റെ ഐ ആം യുവർ ഷീൽഡ്. അപ്പം ഈ ഭാഗം ഞാൻ പറയാൻ ഉദ്ദേശിച്ചാൽ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവത്തിന്റെ വചനത്തിലുള്ളതായിരിക്കുന്ന വാഗ്ദത്തങ്ങൾ
നമുക്ക് യു ക്യാൻ ക്ലിങ് ടു ഇറ്റ്, നമുക്ക് അതുമായി അതിനോട് പറ്റിച്ചേരാൻ സാധിക്കും, അത് നമുക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കും. അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്റെ പരിചയമാണ്. പിന്നെന്താ പറഞ്ഞേ? ഞാൻ നിന്റെ പ്രതിഫലമാ. കാര്യം എന്താ? നീ സോതോമിൽ രാജാവിനോട് പറഞ്ഞു എനിക്കൊന്നും വേണ്ട, ദൈവത്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ നിന്റെ ഒന്നും എടുക്കാൻ പോകുന്നില്ല. ഒരു ചെരുപ്പിന്റെ ചെറിയ ചെരുപ്പിന്റെ വാറാകട്ടെ അല്ലെങ്കിൽ ഒരു ചരടാകട്ടെ ഒന്നും എനിക്ക് വേണ്ട, എനിക്കെല്ലാം ദൈവം തരും എന്ന് പറഞ്ഞു. അപ്പം ദൈവം പറഞ്ഞു, ഐ ആം യുവർ റിവാർഡ്. നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ അതിന്റെ ഫ്യൂച്ചർ ഇമ്പാക്റ്റ് നമുക്ക് കാണാൻ കഴിയും 15-ാം അധ്യായത്തിൽ. പക്ഷെ ഞാൻ പറയാൻ വന്നത്, ഗോഡ്സ് പ്രൊവിഷൻസ് ആർ ഇനഫ് ഫോർ യുവർ കറന്റ് റിക്വയർമെന്റ്. നമ്മുടെ ഇന്നത്തെ ജീവിതത്തിന് ദൈവവചനത്തിലുള്ളതായിരിക്കുന്ന അനവധിയായിരിക്കുന്ന പ്രോമിസസ്, ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ നമ്മുടെ ഇന്നത്തെ ക്രിസ്തീയ ജീവിതത്തിന് വേണ്ടിയുള്ളതാണ്. നമ്മൾ എല്ലാത്തിനെയും അങ്ങ് സ്പിരിച്വലൈസ് ചെയ്തിട്ട് ഭാവിയിൽ അങ്ങനെയാണെന്ന് പറയേണ്ട ആവശ്യമില്ല. നമുക്ക് ദൈവവചനത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നതായ ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ, ഇവിടെ അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്റെ പരിചയം. കാര്യം അവർ വരാൻ സാധ്യതയുണ്ടോ ഇല്ലെന്നുള്ളതല്ല, വന്നോട്ടെ വരാതിരുന്നോട്ടെ, ജീവിതത്തിൽ അത് സംഭവിക്കും എന്നുള്ളതല്ല, സംഭവിക്കാറുണ്ട്. പക്ഷേ ഗോഡ് ഈസ് യുവർ ഷീൽഡ്. ദൈവം എൻ്റെ പരിചയമാണ്. 2, ദൈവം എൻ്റെ റിവാർഡാണ്. ഹി ഈസ് മൈ റിവാർഡ്. സോതോമിൽ ഒത്തിരി നഷ്ടം വന്നു കേട്ടോ, ഒരുപാട് സാധനം വേണ്ടാന്ന് പറഞ്ഞു പോകുന്നതാ. പക്ഷെ ദൈവം പറഞ്ഞു, ഐ ആം യുവർ റിവാർഡ്, ഐ ആം ഇനഫ് ഫോർ യു എന്നുള്ളത് പറയാനായിട്ടിടയായി. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വേളകളിലും ദൈവത്തിൻ്റെ പ്രോമിസസിൽ നമ്മൾ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിപ്പാനായിട്ട് നമുക്കിടയാകണം. അബ്രഹാമിൻ്റെ ജീവിതം പോലെ തന്നെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ വളരെ വൈസായിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് കഴിയുന്ന പോലെ ജീവിക്കാൻ സാധിക്കണം. നമ്മുടെ സഭാ ജീവിതത്തിൽ നമുക്ക് കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കാനായിട്ട് നമുക്കിടയാകണം. അങ്ങനെ ചെയ്താൽ സഭ വളരും എന്ന് മാത്രമല്ല, ദൈവനാമം മഹത്വപ്പെടുവാനും അനേകർക്ക് നാം മുഖാന്തരം നമുക്കുള്ളത് ദൈവസന്നിധിയിൽ നാം ഉപയോഗിക്കുമ്പോൾ അത് മുഖാന്തരം അനേകർക്ക് അത് നന്മയ്ക്ക് മുഖാന്തരമായി തീരാനും ഇടയാകും. ആ നിലയിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.